ബഹുമാന്യരായ അധ്യക്ഷനവറുകളെ, വേദിയിൽ സന്നിഹിതരായ ആദരണീയരായ സാദാത്തുക്കളെ, പണ്ഡിതന്മാരെ, വളരെ പ്രധാനപ്പെട്ട രണ്ട് പ്രഭാഷണങ്ങൾ നടത്തുന്നതിനു വേണ്ടി ഇവിടെ സന്നിഹിതരായ ബഹുമാന്യരായ അക്ബർ സാദി, അഷ്കർ അഹ്സനി, ഈ സമ്മേളനത്തിൽ വളരെ ആവേശപൂർവ്വം ഒരുമിച്ച് കൂടിയിട്ടുള്ള രക്ഷിതാക്കളെ, യുവജന വിദ്യാർത്ഥി സുഹൃത്തുക്കളെ, സഹോദരി സഹോദരന്മാരെ, ഏതാനും വർഷങ്ങളായി കേരളത്തിലെ വിവിധ നഗര ഗ്രാമപ്രദേശങ്ങളിൽ തുടങ്ങിയ വലിയൊരു പരിവർത്തനത്തിന്റെ അലയൊലികൾ ഏതാനും മാസങ്ങളായി പ്രത്യേകിച്ച് സുന്നി യുവജന സംഘത്തിന്റെ കാസർഗോഡ് നടന്ന സമ്മേളനത്തിന്റെ മുമ്പും പിമ്പുമായി ഇപ്പോൾ ഈ ദക്ഷിണ കന്നഡയിലും അലയടിച്ചുകൊണ്ടിരിക്കുകയാണ്. ദക്ഷിണ കന്നഡയിലെ മംഗലാപുരം ഓരോ പ്രദേശങ്ങളിലും നടന്നുകൊണ്ടിരിക്കുന്ന ഓരോ ശാഖാ കമ്മിറ്റികൾ സംഘടിപ്പിക്കുന്ന സമസ്തയുടെ ആദർശ വിശദീകരണ സമ്മേളനമാണെങ്കിൽ പോലും ഓരോ പ്രദേശങ്ങളിലും ഇതേപോലെ ആയിരക്കണക്കിന് ആളുകൾ ഒരുമിച്ചുകൂടുന്നത് നമ്മുടെ സംഘടനയുടെ, നമ്മുടെ മഹിതമായ പ്രസ്ഥാനത്തിന്റെയും നേതൃത്വത്തിന്റെയും അവരുടെ ആഹ്വാനങ്ങൾക്കും അവരുടെ പ്രഖ്യാപനങ്ങൾക്കും ലഭ്യമായിക്കൊണ്ടിരിക്കുന്ന സ്വീകാര്യവും അംഗീകാരവും മാത്രമല്ല, ഈ പ്രദേശങ്ങളിൽ നടന്നുകൊണ്ടിരിക്കുന്ന വലിയ തോതിലുള്ള ഒരുതരം അട്ടിമറിയുടെ സൂചനയാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. അത്രത്തോളം സമസ്ത കേരള ജമിയത്തുലമയെയും അതിന്റെ പോഷക ഘടകങ്ങളെയും സ്വീകരിക്കാനും അതിന്റെ പതാക അഭിമാനത്തോടുകൂടി കയ്യിലെന്താനും കഴിയുന്ന തയ്യാറായിട്ടുള്ള നിലനിൽപ്പക്കാർ നമ്മൾ അതേപോലെ സമസ്ത കേരള ജമിയത്തുലമയുടെ ചരിത്രത്തിൽ ഏറ്റവും കൗതുകകരമായിട്ടുള്ള, എന്നാൽ നമ്മളെപ്പോലെയുള്ള സംഘടനാ പ്രവർത്തകർക്ക് ഏറെ അഭിമാനിക്കാവുന്ന ഒരു സാഹചര്യം കൂടി ഇന്ന് വന്നടഞ്ഞുകൊണ്ടിരിക്കുന്നു. അതെന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 1980-കളിൽ സമസ്ത കേരള ജമിയത്തുലമക്കകത്ത് കലാപക്കൊലിയുണ്ടാക്കി അതിന്റെ നേതൃത്വത്തിന് ആദർശത്തിൽ തീവ്രത പോരാ എന്ന് പറഞ്ഞ് സ്വന്തം ഗുരുനാഥന്മാരെ ധിക്കരിച്ചുകൊണ്ട് സമാന്തര സംഘടനയുണ്ടാക്കി പുറത്തുപോയ ആളുകൾ, അവർക്കിന്ന് സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ദയനീയമായ പതനത്തിന്റെ സൂചനകൾ മാത്രമല്ല, ആ സംഘടനയിൽ നിന്നൊക്കെ ഓരോ മാസം തോറും 3ഉം 4ഉം പ്രമുഖരായ പണ്ഡിതന്മാർ നമ്മുടെ പക്ഷത്തേക്ക് കടന്നു വന്നുകൊണ്ട് ഞങ്ങൾ ഇത്രയും കാലം നിലയുറപ്പിച്ചിരുന്ന സംഘടനയുടെ പടി ശരിയല്ല, അതിൽ മുന്നോട്ട് പോകുന്നത് ഒരിക്കലും ശരിയായ ഈമാനികമായ വിശ്വാസമുള്ള ഒരു സമൂഹത്തിന് യോജിച്ച വഴിയല്ല എന്ന് പരസ്യമായി ആവേശപൂർവ്വം പറയാനും പ്രഖ്യാപിക്കാനും തന്റേടം കാണിച്ചുകൊണ്ട് വിഘടന വിഭാഗത്തിൽ നിന്ന് നിരന്തരമായി പുതിയ ആളുകൾ സമസ്ത കേരള ജമിയത്തുലമയുടെ വേദിയിലേക്ക് കടന്നു വന്നുകൊണ്ടിരിക്കുന്ന കാഴ്ചയാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. എന്റെ പ്രിയപ്പെട്ട, ദൂരെ നിന്നുകൊണ്ട് ഞങ്ങളുടെയൊക്കെ പ്രസംഗം ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന എന്റെ പ്രിയപ്പെട്ട മറുവിഭാഗത്തെ സഹോദരന്മാരുടെ മുമ്പിലേക്ക്
വളരെ എളിയ, നിങ്ങൾ ചിന്തിക്കുന്നതിന് വേണ്ടി വളരെ വളരെ ചെറിയ ലളിതമായ ഒരു ചോദ്യം ചോദിക്കുകയാണ്. 1989 സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയ്ക്കിടയിൽ വിഭാഗീയതയുണ്ടായ ഒരു സമാന്തര സംഘടന മറുവിഭാഗം രൂപീകരിച്ചത്. ആ സംഘടന പിറവുകൊണ്ടിട്ട് ഇന്ന് 1/4 നൂറ്റാണ്ട് കഴിഞ്ഞിരിക്കുന്നു. 1/4 നൂറ്റാണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സംഘടന സമൂഹത്തിൽ നിലനിൽക്കണോ വേണ്ടയോ എന്ന് സമൂഹത്തിന് തീരുമാനിക്കാൻ കഴിയാവുന്ന ദീർഘമായ ഒരു കാലയളവാണ്. നിങ്ങൾ പറയണം, അല്ലെങ്കിൽ നിങ്ങൾ ആലോചിക്കണം, നിങ്ങൾ നെഞ്ചത്ത് കൈവച്ചുകൊണ്ട് ആലോചിക്കണം, ഇന്നുവരെ ഈ 1/4 നൂറ്റാണ്ടിനിടയിൽ സമസ്ത കേരള ജംഇയ്യത്തുകളുടെ പക്ഷത്ത് നിലയുറപ്പിച്ചിരുന്ന ഏതെങ്കിലും ഒരു പണ്ഡിതൻ പോകട്ടെ, ഏതെങ്കിലും ഒരു പണ്ഡിതനെ കുറിച്ച് ഞാൻ പറയുന്നില്ല, ഏതെങ്കിലും ഒരു മുഅല്ലിം സഹോദരനെ കുറിച്ച് പറയുന്നില്ല, ഏതെങ്കിലും ഒരു മുതഅല്ലിം സഹോദരനെ കുറിച്ച് പറയുന്നില്ല, നാടുകളിൽ പോസ്റ്റ് ഒപ്പിച്ചുകൊണ്ട് കൊടിപിടിച്ചുകൊണ്ട് നടക്കുന്ന സാധാരണക്കാരനായ ഒരു സംഘടനാ പ്രവർത്തകൻ ഈ 1/4 നൂറ്റാണ്ടിനിടയിൽ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ എന്ന് പറയുന്ന ഈ പണ്ഡിത പ്രസ്ഥാനം ഇത് ശരിയായ വഴിയാണ് എന്നെനിക്ക് തോന്നുന്നില്ല. ഇതിനെക്കുറിച്ച് എനിക്ക് ആശങ്കയുണ്ട്. എന്റെ ദീനും എന്റെ വിശ്വാസവും എന്റെ കർമ്മവും ഒരുപക്ഷെ അപകടത്തിലാകും. അതുകൊണ്ട് സുരക്ഷിതമായിട്ടുള്ള പാത കാന്തപുരം അബൂബക്കർ നേതൃത്വം കൊടുക്കുന്ന മറുവിഭാഗത്തെ സംഘടനയാണ് എന്ന് ഞാൻ തിരിച്ചറിഞ്ഞിരിക്കുന്നു. അതുകൊണ്ട് ഞാൻ അങ്ങോട്ട് പോകുന്നു എന്ന് പറഞ്ഞ കേരളത്തിലോ കർണാടകയിലോ ഈ ആകാശത്തിന് താഴെ ഭൂമിക്ക് മുകളിൽ ഒരു മനുഷ്യനെ സ്വയബോധമുള്ള ഏതെങ്കിലും മാനസിക രോഗികളെ കുറിച്ചല്ല ഞാൻ പറഞ്ഞത്, ഏതെങ്കിലും മാനസിക രോഗികൾ അതൊഴിവാണ്, സ്വയബോധമുള്ള ഒരു മനുഷ്യൻ ഈ 1/4 നൂറ്റാണ്ടിനിടയിൽ കണ്ടിട്ടില്ല, ഈ 1/4 നൂറ്റാണ്ടിനിടയിൽ ചൂണ്ടിക്കാണിക്കാൻ കഴിയില്ല. എന്നാൽ നിങ്ങൾ ആലോചിച്ച് നോക്ക്, 1989 ആ സംഘടന സമാന്തരമായ ഒരു വിഭാഗത്തെ ഉണ്ടാക്കിക്കൊണ്ട് അന്ന് മുതൽ ഈ നിമിഷം വരെ ഇപ്പോ ഏതാനും മിനിറ്റുകൾക്ക് മുമ്പ് അക്ബർ സാദിയുമായി സംസാരിച്ചപ്പോ അദ്ദേഹം പറയുന്നു, അടുത്തത് മംഗലാപുരത്ത് ഞങ്ങൾക്ക് ഒരു മദനിയെ ഇറക്കാറുണ്ട്, അപ്പോഴും വന്നുകൊണ്ടിരിക്കുകയാണ് ആളുകൾ. ഈ രീതിയിൽ ഓരോ മാസവും ഓരോ ആഴ്ചയിലും മറുവിഭാഗത്തിൽ നിന്ന് ആളുകൾ ഇങ്ങോട്ട് വന്നുകൊണ്ടിരിക്കുന്നതിന്റെ സൂചന എന്താണ്? അതിൽ നിന്ന് സാധാരണ ബുദ്ധിയുള്ള ഒരു മനുഷ്യൻ ചിന്തിക്കേണ്ടത് എന്താണ്? സാധാരണക്കാരനായ ബുദ്ധിയുള്ള ഒരു മനുഷ്യനതിൽ ചിന്തിക്കേണ്ടത് എന്താണ്? ഈ പരിവർത്തനത്തിന് നാം നേരിട്ട് സാക്ഷിയാവുകയാണ്, നമ്മൾ നേരിട്ട് അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതാണ് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ ഈ 25 കൊല്ലത്തെ ചരിത്രം മാത്രമല്ല, അതിന് ദീർഘമായ എത്ര പതിറ്റാണ്ടുകാലത്തെ ചരിത്രം പരിശോധിച്ചാൽ അറിയാം. ഒരു കാലത്ത് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ തീരുമാനങ്ങൾ ശരിയല്ല എന്ന് പറഞ്ഞുകൊണ്ട് മറുഭാഗത്ത് പോയി വേറെ സംഘടനകൾ ഉണ്ടാക്കിയിട്ടുള്ള ആളുകൾക്ക് പോലും പിൽക്കാലത്ത് അത് തെറ്റുപറ്റി എന്ന് പറഞ്ഞുകൊണ്ട് തിരിച്ചുകൊണ്ട് മാതൃസംഘടനയിലേക്ക് വന്ന ചരിത്രം അത് പക്ഷേ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ ചരിത്രത്തിൽ മാത്രമായിരിക്കും. നിങ്ങൾ ആലോചിക്കണം, 1960കളിലാണ് തബ്ലീഗ് ജമാഅത്ത് ബിദഈ പ്രസ്ഥാനമാണ് എന്ന് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ പരസ്യമായി പ്രഖ്യാപിക്കുന്നത്. തബ്ലീഗ് ജമാഅത്തിനെ കുറിച്ച് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ അതൊരു ബിദഈ പ്രസ്ഥാനമാണ് എന്ന് പരസ്യമായി അങ്ങനെ പ്രഖ്യാപനം നടത്തിയപ്പോ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമക്കകത്തുണ്ടായിരുന്ന ചില ആളുകൾക്ക് തന്നെ ഒരു അസ്വാരസ്യം, തബ്ലീഗ് ജമാഅത്തിനെ കുറിച്ച് അത്രത്തോളം പറയണോ, തബ്ലീഗ് ജമാഅത്തിന് ഒരു ബിദഈ പ്രസ്ഥാനം എന്നൊക്കെ പരസ്യമായിട്ട് പറയണോ, അത്രത്തോളം അത് ബിദഈ ആശയം കൊണ്ടു നടക്കുന്നുണ്ടോ? അങ്ങനെ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ കേന്ദ്ര മുശാവറയുടെ തീരുമാനത്തിൽ വിയോജിപ്പ് വെച്ച് പുലർത്തിക്കൊണ്ടോ അക്കാലത്ത് ജീവിച്ചിരുന്ന സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയിൽപ്പെട്ട മുശാവറയിൽപ്പെട്ട പ്രമുഖരായ ചില പണ്ഡിതന്മാർ സമസ്തയിൽ നിന്ന് അല്പം മാറി അഖില കേരള ജംഇയ്യത്തുൽ ഉലമ എന്ന് പറയുന്ന ഒരു സമാന്തര സംഘടന ഉണ്ടാക്കി. അവർ സമാന്തര സംഘടന ഉണ്ടാക്കിയത് ജനസെക്രട്ടറിയാകാൻ പൂതിയായിട്ടല്ല, പ്രസിഡന്റ് മരണപ്പെടുന്നതിന് മുമ്പ് തന്നെ ആ കസേരയിരിക്കാനുള്ള ആർത്തികൊണ്ടല്ല, അല്ലെങ്കിൽ സ്വന്തം ഉസ്താദുമാരും ഗുരുനാഥന്മാരും ഉണ്ടായിരിക്കെ ഇവരെക്കാൾ മുന്നിൽ നിൽക്കേണ്ടവനും നേതൃത്വം കൊടുക്കേണ്ടവനും ഞാനാണ് എന്ന അത്യാഗ്രഹം കൊണ്ടല്ല. തബ്ലീഗ് ജമാഅത്തിനെ കുറിച്ച് ആശയപരമായി സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ എടുത്തൊരു തീരുമാനം, ആ തീരുമാനത്തിൽ ആശയപരമായ വിയോജിപ്പ് വെച്ച് പുലർത്തിക്കൊണ്ട് ആ തീരുമാനത്തെ ഉൾക്കൊള്ളാൻ പ്രയാസം കാണിച്ചുകൊണ്ട് അവർ മറുഭാഗത്ത് പോയി അഖില കേരള ജംഇയ്യത്തുൽ ഉലമ എന്ന് പറയുന്ന ഒരു സംഘടനയുണ്ടാക്കി. അങ്ങനെ ആദ്യമായി അഖില കേരള ജംഇയ്യത്തുൽ ഉലമയുടെ മുശാവറ ചേർന്നു. അഖില കേരള ജംഇയ്യത്തുൽ ഉലമ മുശാവറ ചേർന്നപ്പോ ആദ്യത്തെ അവരുടെ അജണ്ട അവർ പറഞ്ഞു, നമ്മൾ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയിൽ നിന്ന് ഇങ്ങോട്ട് മാറി വന്ന് പുതിയ സംഘടന ഉണ്ടാക്കാൻ കാരണം തബ്ലീഗ് ജമാഅത്ത് ബിദഈ പ്രസ്ഥാനമാണ് എന്ന സമസ്തയുടെ തീരുമാനത്തോട് യോജിക്കാൻ കഴിയാത്തതുകൊണ്ടാണ്.
അതുകൊണ്ട് നമ്മളിപ്പോൾ പുതിയതായിട്ടുണ്ടാക്കിയ ഈ മുഷാവറ ആദ്യമായി ചർച്ച ചെയ്യപ്പെടേണ്ട വിഷയം തബ്ലീഗ് ജമാഅത്തിനെ കുറിച്ചാണ്. അതിനെക്കുറിച്ച് ഗഹനമായിട്ട് പഠിക്കാൻ വേണ്ടി സമിതി ഉണ്ടാക്കി. അവർ തബ്ലീഗ് ജമാഅത്തിനെ കുറിച്ച് ദീർഘമായിട്ട് അന്വേഷിച്ച് പഠിച്ചതിന് ശേഷം തൊട്ടടുത്ത യോഗം ചേർന്നുകൊണ്ട് അവർ ആ യോഗത്തിൽ റിപ്പോർട്ട് കൊടുത്തു. തബ്ലീഗ് ജമാഅത്തിനെ കുറിച്ച് ഞങ്ങൾ അങ്ങനെ ഗഹനമായിട്ട് പരിശോധിച്ചപ്പോ, അന്വേഷണം നടത്തിയപ്പോ നേരത്തെ സമസ്ത കേരള ജമിയത്തുലമ തബ്ലീഗ് ജമാഅത്തിനെ കുറിച്ച് പറഞ്ഞ അതേ ഉത്തരമാണ് ഞങ്ങൾക്കും കിട്ടുന്നത് എന്നാണ് പറഞ്ഞത്. സമസ്ത കേരള ജമിയത്തുലമ മാറ്റാനുള്ള ആ തീരുമാനത്തിൽ വിയോജിപ്പ് പുലർത്തിക്കൊണ്ട് സംഘടന വേറെയുണ്ടാക്കി. ആ സംഘടന ആദ്യം അവർക്കിടയിലുള്ള ആശയപരമായ അഭിപ്രായ വ്യത്യാസത്തെക്കുറിച്ച് പഠിക്കാൻ എന്ത് തീരുമാനം പറഞ്ഞോ അതേ തീരുമാനത്തിലാണ് സത്യസന്ധമായി അതിനെക്കുറിച്ച് അന്വേഷിച്ചപ്പോ നമ്മൾ എത്തിച്ചേർന്നിരിക്കുന്നത് എന്ന് പറഞ്ഞ് ഒരു തീരുമാനമുണ്ടായപ്പോ പിൽക്കാലത്ത് ഒരുപക്ഷെ സംഘടന പിരിച്ചുവിടാൻ പോലും ആളില്ലാത്ത ഒരു സംഘടന മുസ്ലിം സമൂഹത്തിന്റെ ചരിത്രത്തിൽ ഏത് എന്ന് ചോദിച്ചാൽ അത് അഖില കേരള ജമിയത്തുലമയാണ്. ആ സംഘടന ഉണ്ടാക്കിയതിന്റെ പ്രസക്തി കൂടി നഷ്ടപ്പെടുന്ന സാഹചര്യമുണ്ടായി. ഈ 85 വർഷക്കാലത്ത് ചരിത്രത്തിനിടയിൽ സമസ്ത കേരള ജമിയത്തുലമ മതപരമായ കാര്യത്തിൽ ഈ ഉമ്മത്തോട് പറഞ്ഞ ഒരു തീരുമാനം, ഒരു ഫത്വ, ഒരു പ്രഖ്യാപനം പിൽക്കാലത്ത് ഏതെങ്കിലും കാരണങ്ങളാൽ പിൻവലിച്ചു എന്ന് എതിരാളികൾക്ക് പോലും ആരോപണം ഉന്നയിക്കാൻ കഴിഞ്ഞിട്ടില്ല. സമസ്ത കേരള ജമിയത്തിൽ നിന്ന് കാന്തപുരം വിഭാഗം മാറ്റിവെക്കപ്പെടുകയും സ്വന്തമായി സംഘടനയുണ്ടാക്കിയപ്പോ അവർ ഉന്നയിച്ചിരുന്ന സമസ്ത കേരള ജമിയത്തുലമയോട് ഉന്നയിച്ചിരുന്ന പ്രധാനപ്പെട്ട കാരണങ്ങൾ എന്തായിരുന്നു? സമസ്ത കേരള ജമിയത്തുലമ മുസ്ലിം ലീഗിന്റെ വാലാകുന്നു എന്നാണ്. മുസ്ലിം ലീഗിന്റെ വാലാകുന്നു എന്ന് പറഞ്ഞ ആ സംഘടന ഇപ്പൊ ആരുടെ വാലാണ്? സാക്ഷാൽ നരേന്ദ്രമോദിയുടെ വാലായിക്കൊണ്ടിരിക്കുന്ന ഈ വിഭാഗത്തിന് മുസ്ലിം ലീഗിന്റെ വാലായി മാറുന്നു എന്ന് സമസ്ത കേരള ജമിയത്തുലമക്കെതിരെ ആരോപണം ഉന്നയിച്ചുകൊണ്ട് സമാന്തരമായി സംഘടന ഉണ്ടാക്കി. ഇവർക്ക് ഒരു സംഘടന എന്ന അർത്ഥത്തിൽ നിലനിൽക്കാൻ എന്ത് ധാർമ്മികമായ അവകാശമാണുള്ളത്? മറ്റൊരു ആരോപണമെന്തായിരുന്നു? മുസ്ലിം സമുദായത്തിന്റെ പൊതുവായ താൽപര്യങ്ങൾക്ക് വേണ്ടി വിദായി പ്രസ്ഥാനത്തെ നേതാക്കന്മാരുമായി ശംസുലമ വേദി പങ്കിട്ടു എന്ന ഗുരുതരമായ ആരോപണമായിരുന്നു. വിദായി പ്രസ്ഥാനങ്ങളുമായി വേദി പങ്കിടുന്നു. ജമാഅത്തെ ഇസ്ലാമി, മുജാഹിദ് പോലെയുള്ള വിദായി പ്രസ്ഥാനക്കാരുടെ അടുത്ത് കസേരയിൽ പോയിട്ട് ശംസുലമിരുന്നു. മുസ്ലിം സമുദായത്തിന്റെ പൊതു താൽപര്യത്തിനു വേണ്ടി അങ്ങനെ പൊതുവിഷയങ്ങളിൽ, മുസ്ലിം സമുദായത്തിന്റെ പൊതുവിഷയങ്ങളിൽ അങ്ങനെ മതസംഘടനാ നേതാക്കന്മാരും പണ്ഡിതന്മാരും തമ്മിൽ ഒരുമിച്ചിരിക്കാൻ പാടില്ല. അത് ആദർശ തീവ്രത കൊണ്ടാണ് അത്ര പറഞ്ഞത്. ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിൽ മുജാഹിദിന് സ്വാധീനമുള്ള, ജമാഅത്തെ ഇസ്ലാമിക്ക് സ്വാധീനമുള്ള, അതേപോലെ തബ്ലീഗ് ജമാഅത്തിന് സ്വാധീനമുള്ള പ്രദേശങ്ങളിൽ അവിടെയെല്ലാം ഈ വിഭാഗത്തോട് ഈ അടുത്ത കാലത്തായി കാന്തപുരം വിഭാഗത്തിന്റെ സമീപനം എന്താണ്? ഇവിടെ വ്യാജകേശവും വ്യാജപാത്രവും വ്യാജപൊടിയുമായി കടന്നു വന്നപ്പോ അതിന്റെ പശ്ചാത്തലത്തിൽ സാക്ഷാൽ ജമാഅത്തെ ഇസ്ലാമിയുടെ യുവജന വിഭാഗമായ സോളിഡാരിറ്റി അഹ്ലുൽ സുന്നത്ത് വൽ ജമാഅയുടെ ആദർശത്തെ തന്നെ ചോദ്യം ചെയ്തുകൊണ്ട് രൂക്ഷമായ ക്യാമ്പയിനുകളും പ്രചരണങ്ങളുമായി അവിടെ പ്രസിദ്ധീകരണങ്ങളും അവിടെ സംഘടനകളും റാലികളും സമ്മേളനങ്ങളും നടത്തിക്കൊണ്ട് രംഗത്ത് വന്നപ്പോ എന്തുകൊണ്ട് സുന്നത്ത് ജമാഅത്തിന് വിരുദ്ധമായി അതിനെതിരായി നടന്നുകൊണ്ടിരിക്കുന്ന പ്രചരണങ്ങളിൽ അതിനെ പ്രതിരോധിക്കാൻ ഈ വികൃത വിഭാഗത്തിൽപ്പെട്ട സംഘടനകൾ നമ്മൾ കാണുന്നില്ല? മുജാഹിദ് വിഭാഗത്തിനിടയിൽ രൂക്ഷമായ അഭിപ്രായ വ്യത്യാസം പുറത്തു വന്നിരിക്കുന്നു. ഒരു കാലത്ത് മഹാരഥന്മാരായിട്ടുള്ള പണ്ഡിതന്മാർക്കെതിരെ, സുന്നത്ത് ജമാഅത്തിന്റെ ആലിമീങ്ങൾക്കെതിരെ, മഹാത്മാക്കൾക്കെതിരെ ആ വിദായി പ്രസ്ഥാനക്കാർ, മുജാഹിദ് പ്രസ്ഥാനക്കാർ ഉന്നയിച്ചിരുന്ന ആരോപണങ്ങൾ ഏതെല്ലാം ആരോപണങ്ങളാണ്? ആ ആരോപണങ്ങൾ അവർക്ക് നേരെ പരസ്പരം തിരിഞ്ഞു കിട്ടിക്കൊണ്ടിരിക്കുന്ന വളരെ ആദർശപരമായ ഒരു പാത്രത്വത്തിലേക്ക് എത്തിയിരിക്കുന്ന ആദർശപരമായ വിഭാഗീയത കൊണ്ട് മുജാഹിദ് പ്രസ്ഥാനം 4, 5, 6 ഗ്രൂപ്പുകളായി ഛിന്ന ഭിന്നമായി കൊണ്ടിരിക്കുമ്പോൾ എന്തുകൊണ്ട് അവിടെയെല്ലാം ആദർശം പറയാൻ രംഗത്ത് വന്നിരുന്ന പേരോട് പോലെയുള്ള വലിയ ആദർശ പ്രഭാഷകന്മാരെ മുജാഹിദ് പ്രസ്ഥാനത്തിനെതിരായിട്ടുള്ള ക്യാമ്പയിനുകളിലും പ്രഭാഷണ വേദികൾ നമ്മൾ കാണുന്നില്ല? തമിഴ്നാട്ടിൽ ഒരു പ്രശസ്തമായ ഒരു റെയിൽവേ സ്റ്റേഷന്റെ ഒരു ജംഗ്ഷൻ ഉണ്ട്. എന്താ അതിന്റെ പേര്? എന്തോ ഒരു കാട്ട്പാടിയോ അങ്ങനെയുള്ള ജംഗ്ഷൻ ഉണ്ടോ?
കാട്ട്പാടിയല്ലേ, തമിഴ്നാടല്ലേ? ഈ കാട്ട്പാടി റെയിൽവേ സുന്നത്തെ ജമാഅത്തിന്റെ തീവ്രത പറയാൻ വേണ്ടിയിട്ടാണ്. കാട്ട്പാടിയാന്ന് ഉറപ്പല്ലേ? തമിഴ്നാടല്ലേ അല്ലേ? കാട്ട്പാടി റെയിൽവേ സ്റ്റേഷനിൽ തബ്ലീഗ് ജമാഅത്തിന് ഒരു പള്ളിയുണ്ട്. കാട്ട്പാടി റെയിൽവേ സ്റ്റേഷനിൽ തബ്ലീഗ് ജമാഅത്തിന് പള്ളിയുണ്ട്. വലിയ സുന്നത്ത് ജമാഅത്തിന്റെ പേര് പറഞ്ഞിട്ട് ഇങ്ങനെ ചാടിക്കളിക്കുന്ന ആളുകൾ മറുപടി പറയണം. കാട്ട്പാടി റെയിൽവേ സ്റ്റേഷനിൽ തബ്ലീഗ് ജമാഅത്തിന്റെ ഉടമസ്ഥയിലുള്ള പള്ളിയുണ്ട്. വർഷങ്ങളായി തബ്ലീഗ് ജമാഅത്തിന്റെ ഉടമസ്ഥയിലുള്ള പള്ളിയാണ്. ആ പള്ളി ഈ അടുത്ത കാലത്ത് പൊളിച്ച് പുനർനിർമ്മിച്ചതിന് ശേഷം ആ പള്ളി വീണ്ടും ഉദ്ഘാടനം ചെയ്യപ്പെട്ടു. അവിടെ ഇപ്പോഴും തബ്ലീഗ് ജമാഅത്തിന്റെ പള്ളിയാണ്. തബ്ലീഗ് ജമാഅത്തുകാർ ഇത്രയും കാലം ആ പള്ളി കൊണ്ടു നടന്നിരുന്ന അതേ രീതിയിലാണ് പള്ളി മുന്നോട്ട് പോകുന്നത്. പക്ഷെ ആ പള്ളി പുനർനിർമ്മിച്ച ആരാന്നറിയോ? സുന്നത്ത് ജമാഅത്തിന് തീവ്രതയുടെ അപ്പോസ്തലനായിട്ടുള്ള സാക്ഷാൽ കാന്തപുരം അബൂബക്കർ മുസ്ലിയാർ. എന്ത് പറയാനുണ്ട്? കാട്ട്പാടി എന്ന് പറഞ്ഞാൽ വളരെ ദൂരം സഞ്ചരിച്ച റെയിൽവേ സ്റ്റേഷൻ സാധാരണ ട്രെയിനിന് പോകുന്ന ആളുകൾക്കൊക്കെ എത്തിപ്പെട്ട് പരിശോധിച്ച് അന്വേഷിക്കാവുന്ന സംഗതിയാണ്. വർഷങ്ങളായി തബ്ലീഗ് ജമാഅത്ത് കൊണ്ടു നടന്നിരുന്ന അവരുടെ പള്ളി, ആ പള്ളി ജീർണിച്ചു, അത് പൊളിച്ച് പുനർനിർമ്മിച്ചു. രണ്ടാമതും വീണ്ടും ഇപ്പോൾ അത് തബ്ലീഗ് ജമാഅത്തിന്റെ പള്ളിയായി അവരുടെ ആശയപ്രചരണങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കുന്ന, അവരുടെ ആസ്ഥാനമായി, അവരുടെ കേന്ദ്രമായി ഇന്നും നിലനിൽക്കുന്നു. ആ പള്ളി പുനർനിർമ്മിച്ചത് സാക്ഷാൽ കാന്തപുരം അബൂബക്കർ മുസ്ലിയാരാണ്. ഇവരെന്ത് സുന്നത്ത് ജമാഅത്ത് നാട്ടിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത്? എന്താശയ പ്രചരണമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്? ഇങ്ങനെ വിജയി പ്രസ്ഥാനക്കാരോടും അത്തരത്തിലുള്ള ജമാഅത്തെ ഇസ്ലാമിയോടും മുജാഹിദീനോടും അറബിപ്പണത്തിന് വേണ്ടി ഗൾഫിൽ ചെന്നാൽ അവരുടെ പള്ളിയിൽ പോയി ഖുത്ബ നിർവഹിക്കാനും അവരുടെ സ്ത്രീകൾ ഉൾപ്പെടെയുള്ള ജുമാ ജമാഅത്തിൽ നടക്കുന്ന പള്ളികളിൽ പോയിട്ട് ഖുത്ബ നിർവഹിക്കാനും അതിന് നേതൃത്വം കൊടുക്കാനും അറബിപ്പണത്തിന് വേണ്ടി ഒരുപക്ഷെ പല ജമാഅത്ത് നിസ്കാരങ്ങൾക്ക് നേതൃത്വം കൊടുക്കുമ്പോൾ കൂട്ടുപ്രാർത്ഥനയില്ലാതെ എഴുതി ചോദിക്കൊണ്ടിരിക്കുന്ന സാഹചര്യങ്ങളൊക്കെ എത്രയോ ഉദാഹരണങ്ങളാണ് എന്നേക്കാൾ അനുഭവസ്ഥരായ ആളുകൾ ഇവിടെയുണ്ട്. ഇവരാണ് മഹാനായ ശംസുൽ മക്കബിലെ നൗറല്ലാഹു മർക്കദ ശരീഅത്ത് വിവാദക്കാലത്ത് ഇസ്ലാമിക ശരീഅത്തുമായി ബന്ധപ്പെട്ട മുസ്ലിം ഉമ്മത്തിന്റെ അസ്തിത്വ പ്രതിസന്ധി നേരിട്ട കാലത്ത് മഹാനായ ശംസുൽ മക്കബിലെ വാളകൾ കൊണ്ട് ഗുരുതരമായ ആരോപണം ഉന്നയിച്ചുകൊണ്ട് ഈ സമുദായത്തിൽ ചിന്തകളുണ്ടാക്കി, ഭിന്നിപ്പുണ്ടാക്കി, അതിന്റെ പേരിൽ സംഘർഷങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടി ശ്രമം നടത്തിയത്. എന്നാൽ അന്ന് 980-കളിൽ ശരീഅത്ത് വിവാദക്കാലത്ത് ശംസുലമ സ്വീകരിച്ച നിലപാടുകൾ കേവലം മുസ്ലിം സമുദായത്തിന്റെ പൊതുതാൽപര്യത്തിനു വേണ്ടി മാത്രമല്ല, അടിസ്ഥാനപരമായി അതും സുന്നത്ത് ജമാഅത്തിന്റെ ഭദ്രത കാത്തുസൂക്ഷിച്ചുകൊണ്ടുള്ള നിലപാടുകളായിരുന്നു എന്ന് പിൽക്കാലത്ത് നമുക്ക് ബോധ്യം വന്നു. എന്തായിരുന്നു അവിടുത്തെ പ്രശ്നം? ഇസ്ലാമിക ശരീഅത്തുമായി ബന്ധപ്പെട്ട് മുസ്ലിം സ്ത്രീകളുടെ വിവാഹമോചനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇവിടെ ഉണ്ടായിരുന്ന അലഹബാദ് ഹൈക്കോടതിയുടെ ഒരു വിധിയുമായി ബന്ധപ്പെട്ട് ആ വിധിന്യായത്തിൽ വിശുദ്ധ ഖുർആനെ ദുർവ്യാഖ്യാനം ചെയ്തുകൊണ്ട് വൈബി ചന്ദ്രചൂഡ് എന്ന് പറയപ്പെടുന്ന ഒരു ജഡ്ജി ഒരു പരാമർശം നടത്തുകയും ആ പരാമർശത്തിന്റെ അടിസ്ഥാനത്തിൽ ഇന്ത്യയിൽ ഏകസ്ലീപ്പോട് നടപ്പാക്കണം, ഇസ്ലാമിക ശരീഅത്തിൽ ഭേദഗതി ചെയ്യണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് രംഗത്ത് വന്നപ്പോ ഈ രാജ്യത്തെ സംഘപരിവാർ ശക്തികളും ഇവിടുത്തെ നിരീശ്വര നിർമ്മിത പ്രസ്ഥാനക്കാരും ഒരുമിച്ചുകൊണ്ട് ഇന്ത്യയിൽ ഏകസ്ലീപ്പോട് നടപ്പാക്കണമെന്നും ഇസ്ലാമിക ശരീഅത്തിൽ തിരുത്തി എഴുതണമെന്നും വലിയ ക്യാമ്പയിനുകളുമായി രംഗത്ത് വന്നപ്പോ ഓൾ ഇന്ത്യ മുസ്ലിം പേഴ്സണൽ ബോർഡ് യോഗം ചേർന്നുകൊണ്ട് ഇന്ത്യയിലുടനീളം ശരീഅത്ത് സംരക്ഷണ സമ്മേളനം നടത്താൻ തീരുമാനിക്കുകയും ആ ശരീഅത്ത് സംരക്ഷണ പോരാട്ടത്തിന് ഏറ്റവും ശക്തമായ നേതൃത്വം നടക്കേണ്ടത് അത് കേരളത്തിൽ നിന്നാണ് എന്ന് ഓൾ ഇന്ത്യ മുസ്ലിം പേഴ്സണൽ ബോർഡ് തന്നെ തീരുമാനിക്കുകയും ആ പേഴ്സണൽ ബോർഡിന്റെ യോഗത്തിൽ വെച്ചുകൊണ്ട് കേരളത്തിൽ നിന്ന് മലബാറിൽ നിന്ന് ആ പോരാട്ടത്തിന് നേതൃത്വം കൊടുക്കാൻ കേൾപ്പും യോഗ്യതയുമുള്ള 2 നേതാക്കന്മാരാണുള്ളത്. അവരെ പേഴ്സണൽ ബോർഡിന്റെ പ്രതിനിധികൾ നേരിട്ട് പോയി വീട്ടിൽ ചെന്ന് കണ്ട് കാര്യങ്ങൾ ബോധ്യപ്പെടുത്തി അവരോട് നിങ്ങൾ ഈ സമരത്തിന് നേതൃത്വം കൊടുക്കണം എന്നാവശ്യപ്പെടാൻ വേണ്ടി അബുൽ ഹസൻ അലി നദ്വി ചെയർമാനായിട്ടുള്ള പേഴ്സണൽ ബോർഡ് തീരുമാനിച്ചു. പേഴ്സണൽ ബോർഡ് അന്നത്തെ പാർലമെന്റ് മെമ്പറായിരുന്ന ഇബ്രാഹിം സുലൈമാൻ സെഡ് സാഹിബിനെ ചുമതലപ്പെടുത്തി. ആ പേഴ്സണൽ ബോർഡ് തീരുമാനിച്ച 2 നേതാക്കന്മാർ, ഒന്ന് പാണക്കാട് സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങൾ, 2 ശംസുലുമായി കെ അബൂബക്കർ മുസ്ലിയാർ, അള്ളാഹു അവരുടെ പരലോകത്ത് ദർജ ഉയർത്തി കൊടുക്കുമാറാകട്ടെ. അവരുടെ 2 ആളുടെ അടുത്തിരുന്ന് സെഡ് സാഹിബ് പറഞ്ഞു, പേഴ്സണൽ ബോർഡിന്റെ യോഗ തീരുമാനം ഇന്നതാണ്,
ഇന്ത്യയിലുടനീളം ശരീഅത്ത് സംരക്ഷണ സമ്മേളനം നടത്താൻ തീരുമാനിച്ചിരിക്കുന്നു. ആ സമ്മേളനത്തിന് ഏറ്റവും വലിയ ജനകീയമായ പിന്തുണ ലഭിക്കേണ്ടതും പോരാട്ടത്തിന് നേതൃത്വം കൊടുക്കേണ്ടതും കേരളത്തിൽ നിന്നാണ്. അത് നിങ്ങൾ രണ്ടുപേരുമാണ് അത് നേതൃത്വം കൊടുക്കേണ്ടത്. അപ്പോഴാണ് അതിന് ജനകീയമായ അംഗീകാരവും സ്വീകാര്യതയും ഈ രാജ്യത്തെ ഭരണകൂടം കണ്ണു തുറക്കുന്ന ഒരു തലത്തിലേക്ക് എത്തുകയുള്ളൂ എന്ന് പറഞ്ഞപ്പോ അവരാ ദൌത്യം ഏറ്റെടുത്തു. മഹാനായ ശംസുൽ ഉലമ കേരളത്തിലെ മലബാറിലെ മതസംഘടനാ നേതൃത്വത്തിന് മുമ്പിൽ വെച്ചൊരു ഫോർമുലയുണ്ട്. ഇവിടെ ഇസ്ലാമിക ശരീഅത്ത് വെല്ലുവിളി നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. ആ വെല്ലുവിളിയുടെ സ്വഭാവം എന്താണ്? ഇസ്ലാമിക ശരീഅത്ത് എന്ന് പറഞ്ഞാൽ ആർക്കും മനസ്സിലാകുന്ന രീതിയിൽ ശംസുൽ ഒരു ഫോർമുല അവതരിപ്പിച്ചു. ഇസ്ലാമിക ശരീഅത്ത് എന്ന് പറഞ്ഞാൽ അത് ചിത്രം വരക്കാനുള്ള ഒരു ചുമരാണ് എന്ന് സങ്കല്പിക്കുക. ഇസ്ലാമിക ശരീഅത്ത് എന്ന് പറഞ്ഞാൽ അത് ചിത്രം വരക്കാനുള്ള ഒരു ചുമരാണ് എന്ന് സങ്കല്പിക്കുക. ആ ചുമരിൽ ആര് ചിത്രം വരക്കണം, എങ്ങനെ ചിത്രം വരക്കണം എന്ന കാര്യത്തിലാണ് നമ്മൾ മതസംഘടനകൾ തമ്മിൽ അഭിപ്രായ വ്യത്യാസമുള്ളത്. വിശുദ്ധ ഖുർആനാണ് ഈ ഉമ്മത്തിന്റെ ആധാരം എന്ന കാര്യത്തിൽ മതസംഘടനകൾക്കിടയിൽ അഭിപ്രായ വ്യത്യാസമില്ല. പക്ഷേ ആ ഖുർആനും തിരുസുന്നത്തും എങ്ങനെ വ്യാഖ്യാനിക്കണം, ആര് വ്യാഖ്യാനിക്കണം എന്ന കാര്യത്തിലാണ് നമുക്കിടയിൽ അഭിപ്രായ വ്യത്യാസമുള്ളത്. ആ അഭിപ്രായ വ്യത്യാസം നിലനിർത്തിക്കൊണ്ട് ആ ചുമര് സംരക്ഷിക്കുക എന്നതിൽ നമ്മിച്ചിവിടെ ഫോർമുല മഹാനായ ശംസുൽ ഉലമ അവതരിപ്പിച്ചത്. അങ്ങനെ ഈ മതസംഘടനകളൊക്കെ ഒരുമിച്ചിരുത്തി ഇന്ത്യ രാജ്യത്തിന്റെ ചരിത്രത്തിൽ ഇന്ത്യയിലെ ഒരു പ്രബല ഭൂരിപക്ഷമായ മുസ്ലിം സമൂഹത്തിന്റെ അടിസ്ഥാനപരമായ ഒരു വിഷയം ഇന്ത്യൻ പാർലമെന്റ് ചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ സമയം യോഗം ചേർന്നുകൊണ്ട് ആ വിഷയം ചർച്ച ചെയ്തു എന്ന് മാത്രമല്ല, GM ബനാത്തുവാൽ അവതരിപ്പിച്ച ഒരു സ്വകാര്യ ബില്ലിനെ അന്നത്തെ പ്രധാനമന്ത്രി രാജീവ് ഗാന്ധി മുസ്ലിം ഉമ്മത്തിന്റെ മാത്രമല്ല അത് രാജ്യത്തെ ഗവൺമെന്റിന്റെ ഔദ്യോഗിക ബില്ലായി സ്വീകരിച്ചുകൊണ്ട് അത് നിയമം പാസാക്കി മുസ്ലിം വനിതാ സംരക്ഷണ നിയമം പാസാക്കുന്ന സാഹചര്യമുണ്ടായി. അപ്പോഴൊക്കെ ഓരോരുത്തർ പറയാൻ തുടങ്ങി ശംസുൽ ഉലമയുടെ ആദർശമൊക്കെ ചോർന്നുപോയി, ശംസുൽ ഉലമ ജമാഅത്തുകാരെയും മുജാഹിദീനൊക്കെ കൂടെ നടക്കുകയാണ്, ശംസുൽ ഉലമയുടെ ആദർശമൊക്കെ ചോർന്നുപോയി എന്ന് പറഞ്ഞിട്ട് അതിന്റെ പേരിൽ ബഹളം വെച്ചു കുറെ ആളുകൾ. പക്ഷെ ഉണ്ടാകുന്നതാണ് ചോർന്നു പോയിട്ടില്ല എന്ന് മാത്രമല്ല, അപ്പുറത്തും ഇപ്പുറത്തും ഇരുന്ന ജമാഅത്തുകാരന്റെയും മുജാഹിദുകാരന്റെയും തെബിലീഗുകാരന്റെയും ആദർശം ചോർത്തി കളഞ്ഞുകൊണ്ടാണ് ശംസുൽ ഉലമ ഈ നിയമനിർമ്മാണത്തിന് നേതൃത്വം. എന്താണ് ആ നിയമത്തിന്റെ പ്രത്യേകത? എന്താണ് മുസ്ലിം വനിതാ സംരക്ഷണ നിയമമാണെങ്കിലും അല്ലെങ്കിൽ അതേപോലെയുള്ള ത്വലാഖുമായി ബന്ധപ്പെട്ട കർമ്മശാസ്ത്രപരമായ വിഷയങ്ങളിലൊക്കെ ഇപ്പോൾ കോടതിയിൽ ഒരു കേസ് വന്നു കഴിഞ്ഞാൽ അത് സാധാരണ മുൻസിഫ് കോടതി മുതൽ സുപ്രീം കോടതി വരെ ഒരു കേസ് വന്നു കഴിഞ്ഞാൽ ഇന്ന് ആ കേസുകളുടെ സ്വഭാവം എന്താണ്? ഈ ശരീഅത്ത് സംരക്ഷണത്തിൽ വേദി പങ്കിട്ട മതസംഘടനകളുടെ വാക്താക്കളായിട്ടുള്ള ആളുകൾ തന്നെ പങ്കാളിത്തം വഹിക്കുന്ന ഒരു കേസാണെന്ന് സങ്കല്പിക്കുക. അത്തരം മുസ്ലിം വ്യക്തി നിയമവുമായി ബന്ധപ്പെട്ട കേസുകൾ കോടതിയിലെത്തിക്കഴിഞ്ഞാൽ കോടതി ആ വിധി കൽപ്പിക്കുന്നതിന് ചോദ്യം ഈ വിധി വേണ്ടത് ഒരു മദ്ഹബ് അനുസരിച്ചാണ് ഇവിടെ വിധി കൽപ്പിക്കുക, ഏതൊന്നും വിശ്വാസമല്ല എന്ന് പറഞ്ഞാൽ എന്നാ പോയിക്കോളാൻ പറയും. അങ്ങനെ മദ്ഹബിന് വിധേയമായി കോടതി വിധി സ്ഥാപിക്കാവുന്ന തലത്തിലേക്കുള്ള സുന്നത്ത് ജമാഅത്തിന്റെ ആശയത്തിൽ അധിഷ്ഠിതമായ ഒരു നിയമനിർമ്മാണത്തിനാണ് അന്ന് ശംസുൽ ഉലമ നേതൃത്വം കൊടുത്തത്. ആരുടെ ആദർശമാണ് ചോർന്നു പോയത്? നമ്മുടെ ആദരണീയനായ സൈനുൽ ആബിദീൻ തങ്ങൾ മുൻകൈ ನಮ್ಮೆಲ್ಲರ ರೋಮಾಂಚಕನಾಯಕ ದಕ್ಷಿಣ ಕನ್ನಡ ಜಿಲ್ಲೆಯ ಜಮ್ಇಯತ್ ಸಮಸ್ತ ಕೇರಳ ಜಮ್ಇಯತ್ ಉಲಮಾ ಇದರ ಗೌರವಾನ್ವಿತ ಅಧ್ಯಕ್ಷರು, ಮೂಡಿಗೆರೆಯ ಖಾಜಿಗಳು ಆಗಿರ್ತಕ್ಕಂಥ ಸ್ಫೋಟಕ ವಾಗ್ಮಿಗಳು ಆಗಿರ್ತಕ್ಕಂಥ ಶೇಖುನ NPM ಸೈನುಲ್ ಆಬೀದೀನ್ ತಂಗಳು ಕೊಂಡಗೈ ಕೇರಳ ಮಹಾನುಭಾವರ ಪುಣ್ಯ ಪಾದ ಸ್ಪರ್ಶವು ಈ ಮಹಾನಗರಿಯಲ್ಲಿ الله أكبر الله أكبر الله أكبر لا إله إلا الله الله أكبر الله أكبر ولله الحمد. അപ്പൊ ആദർശം ചോർന്നുപോയി എന്ന് പറഞ്ഞ ആളുകൾ സത്യത്തിൽ ആരുടെ ആദർശമാണ് ചോർത്തിക്കളഞ്ഞത് എന്നാണ് ഗൗരവപൂർവ്വം ചിന്തിക്കേണ്ടത്. ഇന്ത്യ രാജ്യത്തിന്റെ പാർലമെന്റിൽ നിയമനിർമ്മാണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ശംസുൽ ഉലമയുടെ നേതൃത്വം നടന്ന ആ വളരെ ശക്തമായ പോരാട്ടം മാത്രമല്ല, പോരാട്ടത്തെ വിജയിപ്പിച്ചെടുക്കാൻ സാധിച്ചു.
ആ വിജയിപ്പിച്ചെടുക്കാൻ സാധിച്ച പോരാട്ടത്തിന് വിധേയമായി ആ പോരാട്ടത്തിൽ പങ്കാളികളായിട്ടുള്ള മദ്ഹബിൽ വിശ്വാസമില്ലാത്ത, മദ്ഹബിൽ അംഗീകരിക്കാത്ത ഒരു ബിദഈ പ്രസ്ഥാനക്കാരൻ അതിന്റെ വഴിയിലൂടെ ലഭ്യമായിട്ടുള്ള ഒരു നിയമപരമായ പരിരക്ഷയ്ക്ക് വേണ്ടി കോടതിയെ സമീപിച്ചാൽ ഇന്നും മദ്ഹബിന് വിധേയമായി മാത്രം തീർപ്പ് കൽപ്പിക്കപ്പെടുന്ന സാഹചര്യത്തിലേക്കാണ് കാര്യങ്ങൾ മുന്നോട്ട് പോയിട്ടുള്ളതെങ്കിൽ ആർക്കാണ് ആദർശം ചോർന്നുപോയത്? സമസ്ത കേരള ജംഇയ്യത്തുൽ സംബന്ധിച്ചിടത്തോളം അങ്ങനെ ഗുരുതരമായ ആരോപണം ഉന്നയിച്ചുകൊണ്ട് ഈ സംഘടനക്കിടയിൽ വിഭാഗീയത ഉണ്ടാക്കിയതിന് താൽപര്യം അടിസ്ഥാനപരമായി സുന്നത്ത് ജമാഅത്തിന് താൽപര്യമായിരുന്നില്ല, രാഷ്ട്രീയമായ വിഷയമായിരുന്നില്ല, ആദർശപരമായ വിഷയമായിരുന്നില്ല. അത് അടിസ്ഥാനപരമായി അതിന്റെ കാതൽ എന്ന് പറയുന്നത് നേതാവാകാനുള്ള മോഹമായിരുന്നു, നേതൃമോഹമായിരുന്നു. ആ നേതൃമോഹത്തിന്റെ പേരിൽ ആരെയും ധിക്കരിക്കാൻ ഒരു ദാർഢ്യവും കാണിച്ചില്ല. അതിന് യാതൊരു അദബുകളുടെ പ്രശ്നം ഉണ്ടായില്ല. സ്വന്തം ഉസ്താദ് ജീവിച്ചിരിക്കുന്ന കാലത്ത്, സ്വന്തം ഗുരുനാഥൻ ജീവിച്ചിരിക്കുന്ന കാലത്ത് എല്ലാത്തിനും ആദരിക്കാനും ബഹുമാനിക്കാനും അനുസരിക്കാനും ബാധ്യസ്ഥരായിട്ടുള്ള ആളുകൾ ജീവിച്ചിരിക്കുന്ന കാലത്ത് അവരെ തള്ളിക്കളഞ്ഞുകൊണ്ട്, അവരെ ധിക്കരിച്ചുകൊണ്ട് സമാന്തരമായിട്ട് സംഘടന ഉണ്ടാക്കി. ഇപ്പൊ പറയാം, കണ്യത്തുസ്താദിന്റെ വഫാത്തിന് ശേഷം നേരെ പ്രസിഡന്റായത് ഇപ്പടുത്ത് മരിച്ച ആളാണ്. അപ്പൊ 4 കൊല്ലം നാട്ടിൽ സമസ്ത ഉണ്ടായിരുന്നില്ലേ? ഒരു 4 കൊല്ലത്തേക്ക് സമസ്ത ആകാശത്തേക്ക് ഉയർത്തപ്പെട്ടിരുന്നു. എന്തായിരുന്നു അന്ന് ഭൂമിയുടെ അവസ്ഥ? അതും കൂടി കൂട്ടത്തിൽ വിശദീകരിക്കണം. നുണ പറഞ്ഞാൽ പോരാ, ആ നുണ ന്യായീകരിക്കാനുള്ള കാര്യം കൂടി വിശദീകരിക്കണം. കണ്ണിയത്തുസ്താദിന് ശേഷം നേരെ 89-ലാണ് ഈ സംഭവം ഉണ്ടാകുന്നത്. 89-ലാണ് പുതിയ പ്രസിഡന്റും സെക്രട്ടറിയും വരുന്നത്. 89-ൽ കണ്ണിയത്തുസ്താദ് അരോഗദൃഢഗാത്രനായി ജീവിച്ചിരിപ്പുണ്ട്. 90-ൽ കണ്ണിയത്തുസ്താദിന് കുഴപ്പമില്ല, 91-ലും കുഴപ്പമില്ല, 92-ലും കുഴപ്പമില്ല. അപ്പൊ 92-ലും 93-ലുമൊക്കെ ആരാണ് സമസ്തയുടെ പ്രസിഡന്റും ജനറൽ സെക്രട്ടറിയും? അതുകൂടി പറഞ്ഞു തരണം. മരണാനന്തരം പ്രകീർത്തിക്കാനും മരണാനന്തരം മൗലിദ് ഓതാനൊക്കെ അതൊക്കെ ഈ സമൂഹത്തിന് തിരിച്ചറിയില്ലേ? ഈ കാപട്യമൊക്കെ സമൂഹത്തിന് തിരിച്ചറിയില്ലേ? ഞാൻ പറഞ്ഞു വന്ന കാര്യം അടിസ്ഥാനപരമായി ഈ വിഭാഗീയത ഉണ്ടാക്കിയതിന്റെ താൽപര്യം ആദർശപരമായിരുന്നോ? ആദർശപരമായിരുന്നില്ല. സമുദായവുമായി ബന്ധപ്പെട്ട വിഷയമായിരുന്നില്ല, രാജ്യവുമായി ബന്ധപ്പെട്ട വിഷയമായിരുന്നില്ല, ഈമാനുമായി ബന്ധപ്പെട്ട വിഷയമായിരുന്നു. ഇസ്ലാമിന്റെ വിഷയമല്ല, ഒന്നുമല്ല. അടിസ്ഥാനപരമായ വിഷയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് തന്നെ ഇപ്പോൾ എല്ലാവരുടെയും ഒരു മേൽക്കാതിയായിട്ട് വരണോ? മുകളിൽ ഇവരുടെ എല്ലാ മുകളിലും ഒരു മേൽക്കാതിയായിട്ട് ഞാൻ വരുന്നൊരു ദിവസം ആ ഒരു വെള്ളിയാഴ്ചയ്ക്ക് വേണ്ടിയിട്ട് ആഗ്രഹിച്ചുവല്ലാതെ അതിനുവേണ്ടി സംഘടനക്കിടയിൽ ഭിന്നിപ്പുണ്ടാക്കി, ചിന്തയുണ്ടാക്കി മുസ്ലിം ലോക ചരിത്രത്തിൽ ചൂണ്ടിക്കാണിക്കാൻ കഴിയുമോ? ഈ ഇത്തരത്തിലുള്ള ആശയപരമായി യാതൊരു അഭിപ്രായ വ്യത്യാസവുമില്ലാത്ത 2 വിഭാഗങ്ങൾക്കിടയിൽ ഈ രീതിയിൽ ചിത്രതയും ശുദ്ധീകരണ പ്രവർത്തനം നടത്തുകയും ആ ശുദ്ധീകരണവും ചിത്രതയും നടത്തിയതിന്റെ പേരിൽ പള്ളികൾ പൂട്ടിയിടുന്ന, മദ്രസകൾ തകർക്കപ്പെടുന്ന, മദ്രസകൾക്ക് ചുമരുവെക്കുന്ന, എന്തിനധികം മുസ്ലിം ലോകത്തിന്റെ ചരിത്രത്തിൽ അതിന് സമാനമായ ഒരു സംഭവം ചൂണ്ടിക്കാണിക്കാൻ കഴിയില്ല. ഒരേ വീട്ടിൽ ഒരേ പിതാവിന്റെ ഒരു മകന് നോമ്പാണെങ്കിൽ അതേ ദിവസം മറ്റേ മകന് പെരുന്നാളാണ്. ഇങ്ങനത്തെ ദുരവസ്ഥയൊക്കെ ഉണ്ടാക്കിയതിന്റെ പിന്നിലെ താൽപര്യം എന്താണ്? ആ മാസപ്പുറം വിവാദകാലത്തൊക്കെ ആ അത്യാർത്ഥി, ആ നേതാവാകാനുള്ള മോഹത്തിന്റെ എല്ലാ ആത്മീയതയും രഹസ്യങ്ങളൊക്കെ പുറത്തു വന്നില്ലേ? അന്ന് മാസമുറപ്പിച്ച കാളിമാരുടെ ആ മാസമുറപ്പിച്ച രീതികളെക്കുറിച്ചൊക്കെ സൂക്ഷ്മമായി അന്നൊക്കെ അത് പൊളിച്ച് കയ്യിൽ കൊടുക്കാൻ നേതൃത്വം കൊടുത്തിരുന്ന മഹാനായ ഉസ്താദ്, നാട്ടിൽ ഉസ്താദ്, അല്ലാഹുവിന്റെ പരലോകത്ത് നെറുകീർത്തി കൊടുക്കുമാറാകട്ടെ. ഓരോ കാളിമാരും അന്ന് മാസമുറപ്പിച്ചതിനെ കുറിച്ച് നാട്ടിൽ ഉസ്താദ് വളരെ പരസ്യമായി വിശദീകരിച്ചിരുന്നു. ഒരു കാളിയും മാസം ഉറപ്പിച്ചിട്ടില്ലായിരുന്നു. ആ കാളിയുടെ പേരിൽ വേറെ ചില ആളുകൾ ഉറപ്പിച്ചതാണ്. പിറ്റേ ദിവസം പത്രത്തിൽ കാണുമ്പോഴാണ് ഞാൻ ഇന്നലെ മാസോർപ്പിച്ചിട്ടുണ്ടല്ലേ എന്ന് കാദിമാരെ മനസ്സിലാക്കുന്നത്. പിറ്റേ ദിവസം പത്രം കാണുമ്പോഴാണ് കാദിയെ മനസ്സിലാക്കുന്നത് ഞാൻ ഇന്നലെ മാസോർപ്പിച്ച കാദിയാണല്ലേ. ഇതെന്തുകൊണ്ടാ കളി?
ഇത് പന്തുകൾ ഉറപ്പിക്കുന്നതിനെ കുറിച്ചല്ല, ടൂർണമെന്റ് ഉറപ്പിക്കുന്നതിനെ കുറിച്ചല്ല, മാസപ്പുറം ഉറപ്പിക്കുന്നതിനെ കുറിച്ച് പോലും ഈ ആർത്തിയും ഈ നാടകങ്ങളും ദീനിന്റെ പേരിൽ നടത്തി. അങ്ങനെ സമൂഹത്തിൽ മേൽക്കോയ്മ നേടി, സമൂഹത്തിൽ നേതൃപദവി നേടാൻ ഇവരുടെ എല്ലാവരുടെയും മുകളിൽ, അത് ഏത് സാദാത്യങ്ങളാണെങ്കിലും, ഏത് പാണക്കാട്ടെ തങ്ങന്മാരാണെങ്കിലും, അല്ലാത്ത തങ്ങന്മാരാണെങ്കിലും, ഏത് വലിയ ഉസ്താദുമാരാണെങ്കിലും, ഏത് വലിയ സുഹൃത്താണെങ്കിലും, അവിടൊക്കെ മുമ്പിൽ ഞാൻ ഉയർന്നു നിൽക്കുന്ന ഒരു ദിവസത്തിനു വേണ്ടി കൊതിച്ചു. അതിനുവേണ്ടി എന്ത് വൃത്തികേടുകളും ചെയ്യാമെന്നായി. അതിന് എല്ലാ സെക്കൻഡുകളും പൊളിച്ചെറിഞ്ഞുകൊണ്ട് ആ ഒരു ദിനത്തിനു വേണ്ടി ഇവിടുത്തെ ശത്രുവിന്റെ പോലും അച്ചാരം സ്വീകരിച്ചുകൊണ്ട് വൃത്തികേടുകൾ ചെയ്യുന്ന പ്രവർത്തനങ്ങളിലേക്ക് ഈ വിഭാഗം എത്തിപ്പെട്ടു. ഇത്തരത്തിലുള്ള പ്രവർത്തനമൊക്കെ നടക്കുമ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടത്? മഹലിന് പ്രശ്നം ഉണ്ടാകും, അതൊരു മിണ്ടാൻ പാടില്ല. അങ്ങനെ കുറച്ച് പോലീസായിട്ട് ഇറങ്ങിയിട്ടുള്ള ആളുകൾ എന്ത് തോന്നിയാസം ചെയ്തോട്ടെ, പക്ഷെ നമ്മൾ മിണ്ടാൻ പാടില്ല. കാരണം എന്താണ്? മഹലിന് പ്രശ്നം ഉണ്ടാകും. ഈ തോന്നിയാസമൊക്കെ നടന്നിട്ട് പിന്നെ എന്തിനു മഹല്ല വളരെ കൂടെ കാളിക്ക് സമാന്തരമായിട്ട് കാളിമാറുണ്ടാക്കി, മഹല്ലുകൾക്ക് സമാന്തരമായി മഹല്ലുണ്ടാക്കി, പള്ളികൾക്ക് സമാന്തരമായി പള്ളിയുണ്ടാക്കി, മദ്രസക്ക് സമാന്തരമായിട്ട് മദ്രസയുണ്ടാക്കി, അറബി കോളേജിന് സമാന്തരമായിട്ട് അറബി കോളേജ് ഉണ്ടാക്കി. മക്ബറക്ക് സമാന്തരമായിട്ട് മക്ബറ ഉണ്ടാക്കാൻ പറ്റില്ല, പക്ഷെ എന്നാലും സമാന്തരമായിട്ട് നേർച്ചപ്പെട്ടി ഉണ്ടാക്കി. അങ്ങനെ എല്ലാത്തിനും സമാന്തരമാണ്. ഇങ്ങനെ ആ ഒരു മേൽക്കോയ്മ നേടിയെടുക്കാൻ വേണ്ടി എല്ലാ വൃത്തികെട്ട ശ്രമങ്ങളും നടത്തി പരാജയപ്പെട്ട് സമൂഹത്തിൽ യാതൊരു സ്വാധീനവും മേൽക്കോയ്മയും അംഗീകാരവും സ്വീകാര്യതയും നേടാൻ കഴിയാത്ത അവസ്ഥ വന്നപ്പോഴാണ് അവസാനം ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേര് പോലും ദുരുപയോഗം ചെയ്യപ്പെടുന്ന വളരെ വൃത്തികെട്ട സമീപനത്തിലേക്ക് ഈ വിഭാഗം എത്തിച്ചേർന്നത്. ഞാനതിന്റെ വിശദാംശങ്ങളിലേക്ക് കടക്കുന്നില്ല. ബഹുമാനരായ സഅദിയും അഹ്സനിയും അത് കൃത്യമായിട്ട് വിശദീകരിക്കും. അവർ വിശദീകരിക്കുമ്പോൾ കൂടെ കടന്നവരാണല്ലോ രാപ്പനി അറിയുക, കൂടെ കടന്നവർക്കാണ് രാപ്പനി അറിയുക എന്നൊരു ചൊല്ലുണ്ട്. ഞാനത് എത്ര പറഞ്ഞാലും ഞാൻ 2 മണിക്കൂർ പറയുന്നതിന് പകരം അവന് 10 മിനിറ്റ് പറഞ്ഞാൽ മതി ആ കാര്യം. ഞാൻ ആ ഭാഗം വിശദീകരിക്കുന്നത്. പക്ഷെ ഒരു കാര്യം മനസ്സിലാക്കണം, ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേരിൽ എന്ത് വൃത്തികേടുകളും ചെയ്യാം എന്നൊരു തലത്തിലേക്ക് പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സംസ്കാരശൂന്യനായി പോലും സമൂഹത്തിന് മുമ്പിൽ അവതരിപ്പിക്കപ്പെടുന്ന ഒരു പ്രവണത ലോക ചരിത്രത്തിൽ നടന്നിട്ടുണ്ടെങ്കിൽ അത് ഈ വിഭാഗത്തിന്റെ പ്രവർത്തനങ്ങൾ മാത്രമാണ്. ലോകത്ത് പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ വളരെ മോശമായി ചിത്രീകരിക്കാൻ, പ്രവാചകരോട് ആശയപരമായ അഭിപ്രായ വ്യത്യാസം വെച്ച് പ്രവർത്തിക്കൊണ്ട് ഒരുപാട് പുസ്തകങ്ങൾ രചിക്കപ്പെട്ട ഒരുപാട് വിമർശകർ ഇസ്ലാമിക ലോകത്തെ മുസ്ലിം സമൂഹത്തെ തകർക്കാൻ വേണ്ടി കോടിക്കണക്കിന് ഡോളറുകൾ ചെലവഴിച്ചുകൊണ്ട് അമേരിക്ക, ഇസ്രായേൽ പോലെയുള്ള ഇസ്ലാമിന്റെ ശത്രുരാജ്യങ്ങൾ പതിറ്റാണ്ടുകളായി കോടിക്കണക്കിന് ഡോളറുകൾ ചെലവഴിച്ചുകൊണ്ട് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു. പക്ഷെ അവരൊന്നും പ്രവാചകന്റെ സ്വത്തവകാശവുമായി ബന്ധപ്പെട്ട വിഷയം അതിൽ ഞങ്ങൾക്ക് വിയോജിപ്പുണ്ട്, അതിൽ നീതിയില്ല എന്ന് പറയും. സ്ത്രീകളോടുള്ള സമീപനം അതിൽ നീതിയില്ല എന്ന് അവർ പറയും. അത് അവരുടെ ആദർശമാണ്. ഇസ്ലാമിന്റെ അധ്യാപനങ്ങളോട്, പ്രവാചകന്റെ അധ്യാപനങ്ങളോട് വിയോജിപ്പ് വെച്ച് പ്രവർത്തിക്കൊണ്ട് അതിനെ ക്രിയാത്മകമായി വിമർശിച്ചുകൊണ്ട് പുസ്തകങ്ങളോടും പ്രചരിപ്പിക്കും. അങ്ങനെ അടിസ്ഥാനപരമായി ആശയപരമായ വിമർശനങ്ങളെക്കുറിച്ചാണ് പറയാറുള്ളത്. ഇസ്ലാമിലെ യുദ്ധങ്ങളെക്കുറിച്ച് വലിയ തോതിലുള്ള തെറ്റിദ്ധാരണ പരത്തിക്കൊണ്ട് ഇസ്ലാമിലെ യുദ്ധങ്ങളെ ആ രീതിയിൽ വികൃതമായി ചിത്രീകരിക്കാനുള്ള ശ്രമം നടത്തും. പക്ഷേ മുസ്ലിം ലോകത്ത് ഇസ്ലാമിനെതിരായി വന്നിട്ടുള്ള പുസ്തകങ്ങൾ എഴുതിയവരാണെങ്കിലും, ഇസ്ലാമിന്റെ ശത്രുക്കളാണെങ്കിലും, ഇസ്ലാമിനെതിരെ പ്രചാരണങ്ങളുമായി കടന്നുവന്ന ശത്രുക്കളാണെങ്കിലും ഒക്കെ നമ്മൾ അതിൽ സൂക്ഷ്മമായി പരിശോധിച്ചാൽ കണ്ടെത്താവുന്ന സംഗതി അവരൊന്നും ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഒരു സംസ്കാരശൂന്യനായി മനുഷ്യനായിട്ട് പരിചയപ്പെടുത്തിയിട്ടില്ല. ഒരു സംസ്കാരമില്ലാത്ത ഒരു വൃത്തികെട്ട മനുഷ്യനായിട്ട് ഒരിക്കലും ഈ ശത്രുക്കൾ പോലും ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പരിചയപ്പെടുത്തിയിട്ടില്ല. പ്രവാചകന്റെ അധ്യാപനങ്ങളെ വിമർശിക്കാറുണ്ട്. ആ വിമർശനത്തെ സ്വാഗതം ചെയ്യാനോ അതിനെ അംഗീകരിക്കാനോ അതിനോട് ഒരു അല്പം സോഫ്റ്റ് സമീപനം സ്വീകരിക്കാനോ അല്ല ഞാനിത് പറയുന്നു. പക്ഷെ ശത്രുക്കൾ പോലും ഇസ്ലാമിന്റെ ശത്രുപക്ഷ നിന്നുകൊണ്ട് കോടിക്കണക്കിന് ഡോളറുകൾ പതിറ്റാണ്ടുകളായി ചെലവഴിച്ചുകൊണ്ടിരിക്കുന്ന, ഒരുപക്ഷെ നൂറ്റാണ്ടുകളായി ഇസ്ലാമിന്റെ ശത്രുക്കൾ ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രവർത്തനങ്ങളുടെ സ്വഭാവം പരിശോധിച്ചാൽ അവരുടെ അടിസ്ഥാനപരമായ സ്വഭാവം ആവശ്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇസ്ലാമിക സമൂഹത്തിൽ വളർന്നു വരുന്ന ആളുകൾക്ക് ഇസ്ലാമിൽ
വിശ്വാസം കുറച്ച് ഇസ്ലാം എന്ന് പറഞ്ഞാൽ ഇസ്ലാമോ ഫോബിയ എന്ന് പറയുന്ന അവരുടെ പുതിയ മുദ്രാവാക്യം. ഇസ്ലാം എന്ന് പറഞ്ഞാൽ അതൊരു പേടിക്കുന്ന മതമാണ്, അത് യുദ്ധം, അത് ഭീകരതയാണ്, തീവ്രവാദമാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇസ്ലാമിലുള്ള മുസ്ലിങ്ങൾക്ക് സ്വന്തം മതത്തിൽ ആത്മവിശ്വാസം കുറപ്പിക്കാനുള്ള ശ്രമങ്ങളാണ് അവർ നടത്തിയത്. അതിന് അവരുടേതായിട്ടുള്ള വഴി ഏറ്റവും വലിയ അപ്പോസ്തലനായി രംഗത്ത് വന്നിട്ടുള്ള അല്ലെങ്കിൽ അള്ളാഹുവിന്റെ ഔലിയാക്കളുടെ ഒരു ശൂറ ചേരാനുണ്ട്. ആ ശൂറയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ആളാണ് ഞങ്ങളുടെ ഉസ്താദ് എന്ന് പറയുന്ന ആ ശൂറയിലെ അംഗം ഇവിടെ നിർവഹിച്ചുകൊണ്ടിരിക്കുന്ന പ്രവർത്തനം എന്താണ്? ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സംസ്കാര ശൂന്യനായി അവതരിപ്പിക്കാൻ സ്വന്തം പത്രം ഉപയോഗിച്ചു എന്നാണ്. ഞാൻ മുടി, പൊടി അല്ലെങ്കിൽ പാത്രം, ചട്ടി ഇതൊന്നുമല്ല വിഷയം. അതൊക്കെ അതിന്റെ ഗൗരവത്തിലൂടെ ചർച്ച ചെയ്യപ്പെട്ടതാണ്. പക്ഷേ അതിലൂടെ നമ്മൾ കാണാതെ പോകുന്ന രഹസ്യമുണ്ട്. അതൊക്കെ പ്രവാചക സ്നേഹത്തിന്റെ പേരിലാണ് ഇവിടെ പ്രചരിപ്പിക്കുന്നത്. പക്ഷേ ആ മുടി വിവാദത്തിന്റെ തുടക്കകാലത്ത് ഇവരുടെ വെബ്സൈറ്റിൽ തന്നെ പ്രദർശിപ്പിക്കപ്പെട്ടിരുന്ന 1 മീറ്ററും 1.5 മീറ്ററും ദൈർഘ്യമുള്ള ആ മുടിയുടെ ആധികാരികതയെ കുറിച്ചും അങ്ങനെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മുടി വളർത്തിയിരുന്നു എന്ന ചോദ്യങ്ങൾ പണ്ഡിത ലോകത്ത് ഉയർന്നു വന്നപ്പോ അതിന് മറുപടിയായി കാന്തപുരം എത്തിയ അബൂബക്കർ മുസ്ലിയാർ പ്രിന്ററും പബ്ലിഷറുമായി പ്രസിദ്ധീകരിക്കുന്ന അവരുടെ ദിനപത്രത്തിൽ മർക്കസിൽ നിന്ന് ശമ്പളം കൊടുക്കുന്നവരുടെ ആസ്ഥാന ബുദ്ധിജീവി ലേഖനമെഴുതി ആ ലേഖനത്തിൽ അതിന് ന്യായീകരിക്കാൻ വേണ്ടി പറഞ്ഞു ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം 6 വർഷം ചെയ്തിട്ടുണ്ടോ എന്നാണ് നമ്മുടെ ചോദ്യം. ഇത് തസ്ലീമാ നസ്റുൽ ചെയ്തിട്ടുണ്ടോ എന്നാണ് നമ്മുടെ ചോദ്യം. ഇത് ഡെൻമാർക്കിലെ കാർട്ടൂണിസ്റ്റ് ചെയ്തിട്ടുണ്ടോ എന്നാണ് നമ്മുടെ ചോദ്യം. ലോകത്ത് ഏതെങ്കിലും ഒരു ഇസ്ലാമിന്റെ ശത്രു പ്രവാചകനെ സംസ്കാര ശൂന്യനായി ഇന്നുവരെ വിശേഷിപ്പിച്ചിട്ടുണ്ടോ? ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാലത്ത് തന്നെ തെളിക്കുന്നൊരു ശീലമുണ്ടായിരുന്നു. റോമിലെ ഹെർക്കുൽ ചക്രവർത്തിക്ക് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇസ്ലാമിനെ ക്ഷണിച്ചുകൊണ്ട് കത്തയച്ചു. ചക്രവർത്തി കത്ത് കിട്ടി വായിച്ചു നോക്കുമ്പോ ചക്രവർത്തി കൊട്ടാരത്തിലെ ഉദ്യോഗസ്ഥന്മാരെ വിളിച്ചിട്ട് പറഞ്ഞാ ആ മക്കയിൽ പുതിയതായി വന്ന ആ മുഹമ്മദ് എന്ന് പറഞ്ഞ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹം എന്നെ മതത്തിലേക്ക് ക്ഷണിച്ചുകൊണ്ട് കത്ത് വന്നിട്ടുണ്ടല്ലോ, എനിക്ക് ആ പ്രവാചകനെ കുറിച്ചൊന്ന് കൂടുതൽ പഠിക്കാനും അന്വേഷിക്കാനും താല്പര്യമുണ്ട്. അതുകൊണ്ട് അങ്ങനെയാണ് അബൂ സുഫിയാൻ എന്ന് പറയുന്ന ഇസ്ലാമിന്റെ ബദ്ധവൈരിയായ ആ കച്ചവടക്കാരൻ റോമിലേക്ക് വന്നപ്പോ കൊട്ടാരത്തിൽ കാണുമെന്ന് പറഞ്ഞിട്ടുള്ളത്. ഇയാൾ എന്താ പഠിച്ചോലെ പിടിച്ചാകെ ബേജാറായിട്ട് ചക്രവർത്തിയുടെ മുമ്പാകെ. എന്നിട്ട് അപ്പോ ചക്രവർത്തി ചോദിച്ചു, നിങ്ങളുടെ നാട്ടിൽ പുതിയൊരു പ്രവാചകൻ വന്നിട്ടുണ്ടല്ലേ? അതെ. അദ്ദേഹത്തിന്റെ മതത്തിലേക്ക് എന്നെ ക്ഷണിച്ചുകൊണ്ട് നേരിട്ട് ഒരു കത്ത് കൊടുത്തയച്ചിട്ടുണ്ട്. ആ കത്ത് കിട്ടിയപ്പോൾ എനിക്ക് തോന്നി അദ്ദേഹത്തെക്കുറിച്ച് ഒന്ന് അന്വേഷിക്കണം, നിങ്ങൾക്ക് എന്താണ് അദ്ദേഹത്തെക്കുറിച്ച് അറിയാം. അങ്ങനെ കുറെ സംഭാഷണങ്ങൾ, കുറെ ചോദ്യോത്തരങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഈ ഹിർക്കൽ ചക്രവർത്തിയും അബൂ സുഫിയാൻ എന്ന് പറയുന്ന ഇസ്ലാമിന്റെ ശത്രുവായ ആ മക്കയിലെ കച്ചവടക്കാരനും ചക്രവർത്തിയും തമ്മിൽ കുറെ സംസാരിച്ചു. ഈ സംസാരത്തിനൊടുവിൽ ആ വിഷയങ്ങളൊക്കെ പറഞ്ഞു കൊടുത്തതിന് ശേഷം അബൂ സുഫിയാൻ ഈ ചക്രവർത്തിക്ക് മുമ്പാകെ പറയാണ്, ഞാൻ ആ മുഹമ്മദ് എന്ന് പറയുന്ന ആ പ്രവാചകനെ വിശ്വസിച്ച ആളല്ല, ഞാൻ അദ്ദേഹത്തെ വിശ്വസിക്കുന്ന ആളല്ല, ഞാൻ അദ്ദേഹത്തിന്റെ പ്രബോധക സംരംഭങ്ങളെ തടസ്സപ്പെടുത്താനും തകർക്കാനും വരുന്ന ആളാണ്, ഞാൻ അദ്ദേഹത്തിന്റെ പ്രബോധക സംരംഭങ്ങളെ എതിർക്കുന്നയാളാണ്. പക്ഷെ അങ്ങനെയൊക്കെ ആണെങ്കിലും ഒരു കാര്യം എനിക്ക് നിങ്ങളുടെ മുമ്പാകെ സാക്ഷ്യപ്പെടുത്താൻ പറ്റും, ആ മുഹമ്മദ് എന്ന് പറയുന്ന ആ ചെറുപ്പക്കാരൻ ഞങ്ങൾ കളിക്കൂട്ടുകാരായി ജീവിച്ച് ഞങ്ങളുടെ നാട്ടിൽ ജനിച്ചു വളർന്നയാളാണ്. മുഹമ്മദ് ഇന്നുവരെ കളവ് പറഞ്ഞതായിട്ട് തെളിയിക്കാൻ കഴിയില്ല. മുഹമ്മദ് സത്യസന്ധനാണ്, മുഹമ്മദ് സത്യസന്ധനാണ്, മാന്യനാണ്, സൽസ്വഭാവിയാണ്. അബൂ സുഫിയാൻ എന്ന് പറയുന്ന ഇസ്ലാമിന്റെ ബദ്ധവൈരിയായ ഇസ്ലാമിന്റെ ശത്രുവായ ആ അബൂ സുഫിയാൻ പോലും റോമൻ ചക്രവർത്തിക്ക് മുമ്പാകെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സൽസ്വഭാവവും സത്യസന്ധതയും സാക്ഷ്യപ്പെടുത്തുന്നു. ഈ അബൂ സുഫിയാന്റെ മാന്യത പോലും, ഈ അബൂ സുഫിയാന്റെ മാന്യത പോലും, സൽമാൻ റുഷ്ദിയുടെ മാന്യത പോലും, തസ്ലീമാ നസ്റിന്റെ മാന്യത പോലും ഇസ്ലാമിക ലോകത്തെ മുസ്ലിം ഉമ്മത്തിനെ തകർക്കാനുമെന്ന ഈ ഓറിയന്റലിസ്റ്റുകളുടെ, ഈ സയനിസ്റ്റുകളുടെ മാന്യത പോലും ബഹുമാനപ്പെട്ടു പോയ കാന്തൂരെത്തിയ അബൂബക്കർ മുസ്ലിയാർ സ്വീകരിച്ചില്ല എന്നതിൽ ഖേദമുണ്ട്. എന്റെ പ്രിയപ്പെട്ട ദൂരെ നിന്ന് കേൾക്കുന്ന എന്റെ പ്രിയപ്പെട്ട ഏതെങ്കിലും SSFന്റെ പ്രവർത്തകന്മാർ ഉണ്ടെങ്കിൽ നിങ്ങൾ നെഞ്ചത്ത് കൈവച്ചുകൊണ്ട് ആലോചിക്കുക, ഇത് ഉസ്താദ് ചെയ്ത് ശരിയായോ? ഇതിനെന്ത് ന്യായമുള്ളത്? ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേരിൽ
നിങ്ങളൊരു മുടി കൊണ്ടുവന്ന് ആ മുടിയെ ന്യായീകരിക്കാനുള്ള ശ്രമങ്ങളൊക്കെ വിഫലമായി പരാജയപ്പെട്ട് നിങ്ങളുടെ വെബ്സൈറ്റിൽ നിങ്ങളുടെ കൂട്ടത്തിൽ തന്നെയുള്ള ആരോ പ്രദർശിപ്പിച്ച 1 മീറ്ററോ 1.5 മീറ്ററോ ദൈർഘ്യമുള്ള ഒരു മുടി പ്രത്യക്ഷപ്പെട്ടപ്പോ നിങ്ങൾക്ക് ഒറ്റ ദിവസം കൊണ്ടും ആ ഫോട്ടോ ഡിലീറ്റ് ചെയ്തിട്ട് ഞങ്ങൾക്ക് അതുമായിട്ട് ബന്ധമില്ല എന്നൊരു മാന്യമായ വർത്തമാനം പറയാനല്ല നിങ്ങൾ ശ്രമിച്ചത്. ആ 1.5 മീറ്റർ മുടിയെ ന്യായീകരിക്കാൻ വേണ്ടിയിട്ട് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ 6 വർഷക്കാലം മുടിവെട്ടാതെ ജീവിച്ച പ്രാകൃത മനുഷ്യനായി സ്വന്തം പത്രത്തിന്റെ വെള്ളക്കടലാസിൽ കറുത്ത ബസ് കൊണ്ട് അച്ചടിച്ച് എഴുതി വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കൊരിക്കലും അത്തരം വ്യക്തികളും അത്തരം തിന്മകളും തിരിത്താതെ മുസ്ലിം ഉമ്മത്ത് മാപ്പ് നൽകുന്ന പ്രശ്നമില്ല എന്ന് സാന്ദർഭികമായിട്ട് സൂചിപ്പിക്കുകയാണ്. ഇതൊന്നും സംഘടനാപരമായ പ്രശ്നങ്ങളല്ല. ഇത്രയും കാലം നമ്മൾ തമ്മിൽ സംഘടനാപരമായ അഭിപ്രായ വ്യത്യാസമാണ് ഉണ്ടായിരുന്നത്. ഒരു തെരഞ്ഞെടുപ്പ് വന്ന ആർക്ക് വോട്ട് ചെയ്യണോ വോട്ട് ചെയ്യണമെന്നെങ്കിൽ തന്നെ അത് എവിടുന്ന് പറയണം, അതിന് സംഘടന ഉപയോഗിക്കണോ വേണ്ടേ, അത്തരത്തിലുള്ള അഭിപ്രായ വ്യത്യാസമായിരുന്നു. ഒരു പൊതുവായ മുസ്ലിം സമൂഹത്തിന്റെ പ്രശ്നം വന്നു കഴിഞ്ഞാൽ മുസ്ലിം സംഘടനകളുടെ വേദി നമ്മൾ ഒരുമിച്ചിരിക്കണോ ഇരിക്കണ്ടേ, അത് ആ കസേര എത്രത്തോളം അടുത്തിടാം അകറ്റിയിടാം, ഇതൊക്കെ അല്ലായിരുന്നു നമ്മൾ തമ്മിൽ അഭിപ്രായ വ്യത്യാസമായിട്ട് നിങ്ങൾ പറഞ്ഞിരുന്നത്. ഇപ്പോഴുള്ള അഭിപ്രായ വ്യത്യാസം ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുമായി ബന്ധപ്പെട്ട വിഷയമാണ്. അത് മുസ്ലിം ഉമ്മത്തിന്റെ ശാശ്വതശ്വാസവുമായി ബന്ധപ്പെട്ട വിഷയമാണ്. എന്നിട്ട് ആ 6 വർഷക്കാലം മുടിവെട്ടാതെ ജീവിച്ച പ്രാകൃത മനുഷ്യനായി ലേഖനം എഴുതിയതിന് നമ്മുടെ ഉസ്താദുമാർ ചോദ്യം ചെയ്തപ്പോ അതിന് നല്ല ഭംഗിയായൊരു മറുപടി. എന്താ മറുപടി? അത് ശരി, 6 വർഷക്കാലം പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മുടിവെട്ടാതെ ജീവിച്ച ആളാണ് എന്ന് നിങ്ങൾക്ക് അതിന് തെളിവ് രേഖയൊന്നും നിങ്ങളെ കയ്യിലില്ലെങ്കിൽ അബ്ദുൽ ഹമീദ് ഫൈസി അമ്പലപ്പടവിനെയും ബഹാവുദ്ദീൻ ദൂരിയാടിനൊക്കെ ഒരു റൂമിലിട്ട് പൂട്ടുക. എന്നിട്ട് 6 വർഷം കഴിഞ്ഞ് തുറന്നു നോക്കിയാൽ അവരുടെ മുടി എത്ര നീട്ടുണ്ടെന്ന് നോക്ക്, അപ്പോൾ തെളിവ് മനസ്സിലാവും. അതതിന് മറുപടി. ഈ രീതിയിലുള്ള വൃത്തികേടുകൾ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേരിൽ നിങ്ങൾ ചെയ്തു വെച്ചിട്ടുണ്ട്. ഒരുപാട് കള്ള സ്വപ്നകഥകൾ നിങ്ങൾ ഈ സമൂഹത്തെ മുതൽ പ്രചരിപ്പിച്ച് ഈ സമൂഹത്തെ തെറ്റിദ്ധരിപ്പിക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. മുടി വ്യാജമോ ഒറിജിനലോ എന്ന ചർച്ചക്കപ്പുറം അത് വ്യാജമാണെന്ന് അവർ തന്നെ അംഗീകരിക്കുന്ന സംഗതിയാണ്. പാത്രം വന്ന ഫ്ലൈറ്റ് തന്നെ തിരിച്ചുപോയി. കാരണം എന്താണ്? ഇതിനെക്കുറിച്ചൊക്കെ ഏകദേശ ധാരണ അവർക്കിടയിലുണ്ട്. ഞാനൊരു കാര്യം ചോദിക്കട്ടെ, നിങ്ങളിപ്പോ വലിയ താലോലിച്ചുകൊണ്ട് കൊണ്ടു നടക്കുന്ന നിങ്ങളുടെ പുതിയ പ്രസിഡന്റ് ഉണ്ടല്ലോ, ആ പ്രസിഡന്റിനെ കൊണ്ട് കാവലൂർ മർക്കസിലുള്ള കാന്തപുരത്തിന്റെ കൈവശമുള്ള ആ മുടി ഷാറമുബാറക്കാണെന്ന് അദ്ദേഹത്തിന്റെ ഒരു ശ്വാസത്തിൽ ഒരു തവണയെങ്കിലും ആ മനുഷ്യനെ കൊണ്ട് പറയിപ്പിക്കാൻ കഴിയുമോ? ഒരു വട്ടം പറയട്ടെ, ഒരൊറ്റവട്ടം പറയിപ്പിച്ചാൽ കാന്തപുരത്തിന്റെ കൈവശമുള്ള കാരന്തൂർ മർക്കസ് സൂക്ഷിച്ചിട്ടുള്ള ആ മുടി അത് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടേതാണെന്ന് എനിക്ക് ബോധ്യപ്പെടുന്നുണ്ട്. അത് ഷാർ മുബാറക്കാണ് എന്ന് അദ്ദേഹത്തെ കൊണ്ട് ഒരു തവണ പറയിപ്പിക്കാൻ കഴിയുമോ? അതിന്റെ അർത്ഥം എന്താണ്? അത് വ്യാജാന്ന് എല്ലാവർക്കും ഉറപ്പാണ്. പിന്നെ നേതാവ് തന്നെ വ്യാജമായതുകൊണ്ട് അനുയായികൾക്ക് വലിയ പ്രയാസമൊന്നുമില്ല. നേതാവ് തന്നെ വ്യാജാണ്. കാരണം നേതാവ് എന്തിന്റെ ആളാണ്? നേതാവ് സമസ്തന്റെ സെക്രട്ടറി എന്ന് പറഞ്ഞു. ആ സമസ്തന്റെ വ്യാജാണല്ലോ. ഒരിക്കൽ സമസ്ത കേരള ഇസ്ലാം മത വിദ്യാഭ്യാസ ബോർഡിന്റെ ഒരു പരീക്ഷാഫലം പ്രഖ്യാപിക്കാൻ വേണ്ടി ചെറുശ്ശേരി ഉസ്താദ് കോഴിക്കോട് പ്രസ് ക്ലബിൽ ഒരു വാർത്താ സമ്മേളനം വിളിച്ചു. ആ പരീക്ഷ റിസൾട്ടും കാര്യങ്ങളൊക്കെ പറഞ്ഞതിന് ശേഷം ഒരു പത്രക്കാരൻ ചോദിച്ചു, നിങ്ങൾ ഈ സമസ്ത കേരള ഇസ്ലാം മത വിദ്യാഭ്യാസ ബോർഡ് എന്ന് പറഞ്ഞാൽ സമസ്ത കേരള ജംഇയ്യത്തുൽ കീഴ്ഘടകല്ലേ എന്ന് ചോദിച്ചു. അപ്പൊ ചെറുശ്ശേരി ഉസ്താദ് പറഞ്ഞു, അതെ, സമസ്ത കേരള ജംഇയ്യത്തുൽ കീഴ്ഘടകമാണ്, ഞാൻ ആ സമസ്തന്റെ ജനറൽ സെക്രട്ടറിയാണെന്ന് പറഞ്ഞു. അപ്പൊ പത്രക്കാരൻ ചോദിച്ചു, ഇവിടെ കാന്തൂർ എ പി അബൂബക്കർ മുസ്ലിയാരും സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ എന്ന് പറഞ്ഞുകൊണ്ട് നടക്കുന്നുണ്ടല്ലോ, നിങ്ങളെന്താ അദ്ദേഹത്തിനെതിരെ കേസ് കൊടുക്കാത്തതെന്ന് ചോദിച്ചു. അപ്പൊ ചെറുശ്ശേരി ഉസ്താദ് അദ്ദേഹത്തിന്റെ ആ സ്വതസിദ്ധമായ ശൈലി പറഞ്ഞു, ഈ കോഴിക്കോട്ടങ്ങാടിയിൽ ഒരു ഭ്രാന്തൻ ഇറങ്ങിയിട്ട് ഞാൻ ഇന്ത്യയുടെ പ്രധാനമന്ത്രിയാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൻമോഹൻ സിംഗ് അവനെതിരെ കേസ് കൊടുക്കുമെന്ന് ചോദിച്ചു. അപ്പൊ ഇതേ രീതിയിലാണ് അദ്ദേഹത്തിന്റെ സംഘടന ജന്മം വ്യാജമാണ്, സംഘടനയുടെ പേര് വ്യാജമാണ്, നേതാവ് തന്നെ വ്യാജമാണ്, വ്യാജമായ മഹല്ലുണ്ടാക്കി, വ്യാജമായ പള്ളിയുണ്ടാക്കി, വ്യാജമായ മദ്രസയുണ്ടാക്കി, വ്യാജമായ പാഠപുസ്തകം ഉണ്ടാക്കുന്നതിന് മുമ്പ് സമസ്തയുടെ പാഠപുസ്തകം വ്യാജമായി കട്ടടിച്ചു. ഫുൾ വ്യാജാണ്. അങ്ങനെ വ്യാജത്തിൽ തുടങ്ങി, വ്യാജത്തിൽ ജനിച്ച്, വ്യാജത്തിൽ വളർന്ന്, വ്യാജത്തിൽ മുന്നോട്ട് പോയി, ഇപ്പൊ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേരിലും ഈ വ്യാജം കൊണ്ടുവന്നിരിക്കുന്നു. ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കണം, ഇത് നിങ്ങൾ ജീവിക്കുന്നത് മാത്രമാണ് ഭൂമിയെന്നും
ഈ ഭൂമിയിൽ നിങ്ങൾ മാത്രമേ ഉള്ളൂ എന്നും ഇതിൽ തിരിച്ചറിവ് നഷ്ടപ്പെട്ട നിങ്ങളെപ്പോലെയുള്ള അനുയായികൾ മാത്രമാണ് ഈ സമൂഹത്തിലുള്ളത് എന്ന് മാത്രമുള്ള ആ കിണറ്റിൽ ജീവിക്കുന്ന തവളയുടെ ബുദ്ധിയാണ് നിങ്ങളുടെ കൂട്ടത്തിലുള്ളവർക്കുള്ളതെങ്കിൽ അതിൽ മോചനം നേടാൻ സമയമായിരിക്കും. കാരണം വിഷയം അതിക്രമിച്ചിരിക്കും. വിഷയം വളരെ ഗൗരവതരമായ ഒരു സംഗതിയിലേക്ക്, അതിന്റെ ഒരു വളരെ അപകടകരമായ ഒരു ഘട്ടത്തിലേക്ക് എത്തിയിരിക്കുകയാണ്. വളരെ അപകടകരമായ ഘട്ടത്തിലേക്കാണ്. ലോകത്തിൽ ലക്ഷക്കണക്കിന് ഹദീസുകൾ ഈ ഉമ്മത്തിന് സംഭാവന ചെയ്ത മഹാനായ ഇമാം ബുഖാരി റഹ്മത്തുള്ളാഹി അലൈഹി. ഇമാം ബുഖാരി തങ്ങൾ ഒരു ഹദീസുകൾ ശേഖരിക്കുന്നതുമായി ബന്ധപ്പെട്ട ഒരു യാത്രയിൽ ഒരു കപ്പൽ യാത്ര പോവാണ്. കപ്പൽ യാത്ര എന്ന് പറയുമ്പോൾ ആഴ്ചകൾ നീണ്ടു നിൽക്കുന്ന യാത്രയാണ്. ആ കപ്പലിൽ ഒരുപാട് സുഹൃത്തുക്കൾ ഉണ്ടാകും. അവരുമായിട്ടൊക്കെ പരിചയപ്പെട്ട് ആത്മസുഹൃത്തുക്കളായി ഒരുമിച്ച് കടന്നുറങ്ങി, ഒരുമിച്ച് ഭക്ഷണം കഴിച്ച്, ഒരുമിച്ച് സംസാരിച്ച്, അങ്ങനെ പലരും അടുത്തടുത്ത ആത്മസുഹൃത്തുക്കളായി മാറും. ആ യാത്ര പിരിഞ്ഞാലും പിന്നീടും അടുത്ത ആ സൗഹൃദ ബന്ധം പുതുക്കുന്ന രീതിയിലായിരിക്കുമല്ലോ അത്തരത്തിലുള്ള യാത്ര. അപ്പൊ പല ആളുകളും അങ്ങോട്ടും ഇങ്ങോട്ടും കാര്യങ്ങളൊക്കെ തുറന്നു പറഞ്ഞ് അങ്ങനെ മനസ്സ് തുറന്ന് സംസാരിക്കുന്ന ഒരു സൗഹൃദ ബന്ധത്തിലേക്ക് അത്തരത്തിലുള്ള ദീർഘമായ യാത്രകളെത്തും. നമ്മളൊക്കെ ഹജ്ജിന് പോകുന്ന ആളുകളെ കണ്ടിട്ടുണ്ടല്ലോ. ഹജ്ജിന് പോകാൻ സമയത്ത് അവർ ആദ്യമായിട്ട് കണ്ടുമുട്ടുന്നവരായിരിക്കും. പക്ഷെ പിന്നെ ഒരു 35-40 ദിവസമോ ഒരുമിച്ച് യാത്ര ചെയ്ത് ഒരുമിച്ച് ആ ഹജ്ജ് യാത്രയിൽ പങ്കാളികളായിട്ട് തിരിച്ചു വരുമ്പോ പിന്നെ ഇടയ്ക്കൊക്കെ നമ്മൾ ആ ഹജ്ജ് യാത്രയിൽപ്പെട്ട ആളുകൾ പറയും, എന്റെ കൂടെ അന്ന് ഹജ്ജിന് വന്നിരുന്ന അയാൾ മരണപ്പെട്ടു എന്ന് കേട്ടു, ഞാൻ മരിച്ചോടത്തേക്ക് പോവാണ്. അല്ലെങ്കിൽ അദ്ദേഹം സുഖമില്ലാതെ കിടക്കുകയെന്ന് കേട്ടു, ഞാൻ അങ്ങോട്ട് പോവാണ്. അപ്പൊ എന്താ, ആ കുറച്ച് ദിവസത്തെ ആ യാത്രയിലെ ആ ബന്ധം കൊണ്ടുണ്ടാകുന്ന ആ ഒരു സൗഹൃദ ബന്ധമാണ്. ആ സൗഹൃദം അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം മനസ്സ് തുറന്ന് സംസാരിക്കുന്ന ഒരു തലത്തിലേക്ക് എത്തും. ഇമാം ബുഖാരി തങ്ങൾ കപ്പൽ യാത്ര ചെയ്തപ്പോ തങ്ങളുടെ അടുക്കലിരുന്ന ആളുമായിട്ട് പല കാര്യങ്ങളും ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നതിനിടയിൽ ഇമാം ബുഖാരി തങ്ങൾ പല കാര്യങ്ങളും പറഞ്ഞ കൂട്ടത്തിൽ ഒരു കാര്യം പറഞ്ഞു, ഞാൻ ഇതേപോലെയുള്ള ദീർഘയാത്രയിലൊക്കെ എന്റെ സമ്പാദ്യം മുഴുവൻ സ്വർണ്ണ നാണയമായി ശേഖരിച്ച് അതൊരു കിടിയിലാക്കി എന്റെ വസ്ത്രത്തിനടിയിൽ സൂക്ഷിക്കാറാണ് പതിവ് എന്ന് പറഞ്ഞു. പല കാര്യങ്ങളും പറഞ്ഞ കൂട്ടത്തിൽ ഈ സ്വർണ്ണ നാണയത്തിന്റെ കാര്യവും പറയും. അത് ഈ സഹയാത്രികൾ പ്രത്യേകം നോട്ട് ചെയ്തു. ഇദ്ദേഹത്തിന്റെ വസ്ത്രത്തിനടിയിൽ കുറച്ച് സ്വർണ്ണ നാണയം കിഴിയിലാക്കി സൂക്ഷിച്ചു വെച്ചിട്ടുണ്ടല്ലേ, അത് ഇദ്ദേഹം പ്രത്യേകം അങ്ങനെ മനസ്സിൽ സൂക്ഷിച്ചു. യാത്ര തുടർന്നു. പിറ്റേ ദിവസം രാവിലെ ഈ സഹയാത്രികൻ കപ്പലിൽ വെച്ചിട്ട് പെട്ടെന്നൊരു ബഹളം ഉണ്ടാക്കി. കപ്പലിൽ വെച്ചിട്ട് ബഹളം ഉണ്ടാക്കിയിട്ട് പറഞ്ഞു, എന്റെ സ്വർണ്ണക്കിഴി നഷ്ടപ്പെട്ടേ എന്ന് പറഞ്ഞിട്ട് ബഹളം ഉണ്ടാക്കി. കപ്പലിൽ വെച്ച് ബഹളം ഉണ്ടാക്കിയപ്പോ സഹയാത്രികരെ കൂടി എവിടെയാണ് സ്വർണ്ണക്കിഴി വെച്ചിരുന്നത്, എവിടെ എന്താണെന്നൊക്കെ അന്വേഷിക്കാൻ തുടങ്ങി. അദ്ദേഹം ഇരിക്കുന്ന പരിസരമൊക്കെ ആകെ പരിശോധിച്ചു, അങ്ങനെ സ്വർണ്ണക്കിഴി കണ്ടെത്തിയില്ല. അപ്പൊ യാത്രക്കാരായ രണ്ടാൾ മെല്ലെ ഇയാളെ സ്വകാര്യമായിട്ട് വിളിച്ചിട്ട് പറഞ്ഞു, ഇവിടെ ആകെ പരിശോധിച്ചുകൂടൊന്നും കാണുന്നില്ല, നമ്മളെ കൂട്ടത്തിൽപ്പെട്ട് ആരെങ്കിലും അത് പൊക്കിയിട്ടുണ്ട് എന്ന് നിനക്ക് സംശയമുണ്ടെങ്കിൽ ആ സംശയമുണ്ടെങ്കിൽ ആളെന്ന് പറഞ്ഞു തരണം, നമുക്ക് സ്വകാര്യമായിട്ട് നോക്കാമെന്ന് പറഞ്ഞു. അപ്പൊ ഈ നഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞ് ബഹളം ഉണ്ടാക്കിയ ആൾ ഈ രണ്ടാളോട് പറഞ്ഞു, ഇമാം ബുഖാരി തങ്ങളെ ചൂണ്ടിക്കാണിച്ചിട്ട് പറഞ്ഞു, ആ മനുഷ്യൻ അത് മോഷ്ടിച്ചോ എന്നെനിക്ക് സംശയമുണ്ട് പറഞ്ഞു. ഇമാം ബുഖാരി തങ്ങളെ ചൂണ്ടിയിട്ട് പറഞ്ഞു. ഇവർ രണ്ടുപേരും മെല്ലെ ഇമാം ബുഖാരി തങ്ങൾ അടുത്ത് നിന്നിട്ട് പറഞ്ഞു, ഇത്രയും ദിവസം നമ്മോടുകൂടെ യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സഹപ്രവർത്തകന്റെ സഹയാത്രികന്റെ സ്വർണ്ണക്കിഴിയാണ് നഷ്ടപ്പെട്ടിരിക്കുന്നത്, നിങ്ങളത് മോഷ്ടിച്ചു എന്ന് അദ്ദേഹത്തിന് സംശയമുണ്ട്, അദ്ദേഹം അതുകൊണ്ട് നിങ്ങളുടെ ദേഹപരിശോധന നടത്താൻ സമ്മാനം തരണമെന്ന് പറഞ്ഞു. ഇമാം ബുഖാരി തങ്ങൾ രണ്ട് കൈ ഉയർത്തി കാണിച്ചു കൊടുത്ത് പരിശോധിച്ചോളാൻ പറഞ്ഞു. ശരീരമാസകം പരിശോധിച്ചു, അങ്ങനെ സ്വർണ്ണക്കിഴി കണ്ടെത്തിയില്ല. നിങ്ങളുടെ കെട്ടും പാണ്ടൊക്കെ എടുത്തോളാൻ പറഞ്ഞു, അവിടെയൊക്കെ പരിശോധിച്ചു, അവിടെ ഒന്നും അത് കണ്ടെത്തിയില്ല. അങ്ങനെ ഇമാം ബുഖാരി തങ്ങളുടെ ശരീരവും ഭാണ്ഡവും അവിടെ പരിസരമൊക്കെ പരിശോധിച്ചു. പക്ഷെ അങ്ങനെ സ്വർണ്ണക്കിഴി കണ്ടെത്താതെ വന്നപ്പോ ഈ പരിശോധിക്കാൻ ചെന്ന ആളുകൾക്ക് വല്ലാത്ത വിഷമം തോന്നി. ഒരു നിരപരാധിയെ ഇങ്ങനെ ഒരു മോഷ്ടാവായി ചിത്രീകരിക്കുന്ന രീതിയാണ് ഉണ്ടായത്. അവർ രണ്ടുപേരും തിരിച്ചു വന്ന് ഇവനെ കുറെ ദേഷ്യപ്പെട്ട് സംസാരിച്ചു. എന്താ നിനക്ക് അങ്ങനെ ഉറപ്പില്ലെങ്കിൽ, തെളിവില്ലെങ്കിൽ അങ്ങനെ ഒരാളുടെ പേരിൽ മോഷണാരോപണം ഉന്നയിക്കാൻ പാടുണ്ടോ? ഇപ്പൊ പരിശോധിച്ച് ഞങ്ങൾ മോശക്കാരായില്ലേ എന്നൊക്കെ പറഞ്ഞ് കുറെ ദേഷ്യപ്പെട്ട് സംസാരിച്ച് ഓരോരുത്തരും അവിടെ സീറ്റുകളിൽ പോയിരുന്നു. കുറച്ചു കഴിഞ്ഞപ്പോ ഈ ബഹളം ഉണ്ടാക്കിയ ആൾ മെല്ലെ വീണ്ടും ഇമാം ബുഖാരി തങ്ങളുടെ അടുത്ത് വന്നിട്ട് പറഞ്ഞു, അല്ല നിങ്ങളുടെ അടുത്ത് ആ കിഴിയില്ലേ എന്ന് ചോദിച്ചു. നിങ്ങളുടെ വസ്ത്രത്തിനടിയിൽ ആ കിഴിയില്ലേ? അപ്പൊ ഇമാം ബുഖാരി തങ്ങൾ പറഞ്ഞു, നിനക്ക് സ്വർണം വേണമെങ്കിൽ എന്നോട് ചോദിച്ചാൽ പോരെ, എന്നൊരു മോഷ്ടാവായി ആളുകൾക്കിടയിൽ എന്നെ അങ്ങനെ മോശക്കാരനായിട്ട് ചിത്രീകരിക്കണോ? നിനക്കങ്ങനെ സ്വർണ്ണ നാണയത്തിന്റെ ആവശ്യമുണ്ടെങ്കിൽ എന്നോട് നേരിട്ട് ചോദിച്ചാൽ പോരെ. ഞാൻ നിർവഹിച്ചുകൊണ്ടിരിക്കുന്ന ഉത്തരവാദിത്വം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹദീസിനെ ശേഖരിക്കുകയാണ്.
അത് കേവലം ഹദീസ് ശേഖരിക്കുക എന്ന് മാത്രമല്ല, ആ ഹദീസുകൾ കടന്നു വന്ന വഴികൾ ഉൾപ്പെടെ അത് വിശുദ്ധമാണെന്ന് ബോധ്യപ്പെടുത്തി അത്രയും സത്യസന്ധമായ ഹദീസുകൾ ശേഖരിച്ചുകൊണ്ട് മുസ്ലിം ഉമ്മത്തിന് ഇസ്ലാമിക വിജ്ഞാനത്തിന് കൈമാറുന്ന വളരെ സൂക്ഷ്മമായ വളരെ ഗൗരവമായ ഒരു ഉത്തരവാദിത്തമാണ് ഞാൻ നിർവഹിച്ചുകൊണ്ടിരിക്കുന്നത്. ഒരുപക്ഷെ നിന്റെ മുമ്പിൽ ഞാൻ നിരപരാധിയാക്കാം. ഈ കപ്പൽ യാത്രക്കാരുടെ മുമ്പിൽ ഒരുപക്ഷെ എന്റെ നിരപരാധിത്വം തെളിയിക്കപ്പെടാൻ സാധിച്ചേക്കാം. ഒരുപക്ഷെ ഞാൻ ജീവിക്കുന്ന ഈ തലമുറയിൽ തന്നെ, ഈ നാട്ടിൽ തന്നെ, ഈ കാലത്ത് തന്നെ ഞാൻ അതിൽ നിരപരാധിയാണ് എന്ന് തെളിയിക്കപ്പെടാൻ എനിക്ക് അവസരമുണ്ടായേക്കാം. പക്ഷേ ഇന്നല്ലെങ്കിൽ നാളെ ഞാൻ ഈ ഹദീസുകളെല്ലാം കൈമാറി ഇന്നല്ലെങ്കിൽ നാളെ അടുത്ത നൂറ്റാണ്ടിൽ അല്ലെങ്കിൽ പിൽക്കാലത്തെ നൂറ്റാണ്ടിൽ ഏതെങ്കിലും ഒരു കാലത്ത് ജീവിച്ചിരിക്കുന്ന ഒരു പണ്ഡിതന്മാർക്കിടയിൽ അന്ന് ആ കപ്പൽ യാത്രാമധ്യേ ആ ഇമാം ബുഖാരി തങ്ങൾക്ക് അദ്ദേഹത്തിനെതിരെ മോഷണാരോപണം ഉണ്ടായിരുന്നു, അദ്ദേഹം അത്ര വിശ്വസ്തനല്ല എന്ന പണ്ഡിതന്മാർക്കിടയിൽ വന്നു കഴിഞ്ഞാൽ ഞാൻ മുഖേന ഇസ്ലാമിക വിജ്ഞാന ലോകത്തേക്ക് കൈമാറിയ ഹദീസുകളെ മുഴുവൻ ദുർബലമാക്കപ്പെടുന്ന സാഹചര്യമുണ്ടാകും. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അതുകൊണ്ട് ഞാൻ എന്റെ വിശ്വാസ്യത കാത്തു സൂക്ഷിക്കാൻ വേണ്ടി നീ ആ ബഹളം തട്ടി ഞാൻ കടലിലേക്ക് വലിച്ചെറിഞ്ഞിരുന്നു എന്ന് ഇമാം ബുഖാരി തങ്ങൾ ഇദ്ദേഹത്തോട് പറയുകയാണ്. പണ്ഡിതന്മാർ അവരുടെ വിശ്വാസ്യതയും സത്യസന്ധതയും സൂക്ഷിക്കാൻ അത്രയും ത്യാഗം ചെയ്തവരാണ് ഈ ഇമാം ബുഖാരി തങ്ങളുടെ കഥ, അല്ലെങ്കിൽ ഇമാം ബുഖാരി തങ്ങളുടെ സൂക്ഷ്മത. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ എങ്ങനെ ചർച്ച ചെയ്യണം, എങ്ങനെ കൈകാര്യം ചെയ്യണമെന്ന് അറിയാത്തയാളല്ലല്ലോ സാക്ഷാൽ കാന്തപുരത്തിയ ബൂക്കർ മുസ്ലിയാർ. പ്രവാചകനുമായി ബന്ധപ്പെട്ടൊരു കാര്യം മുസ്ലിം ഉമ്മത്തിന് മുമ്പിൽ എങ്ങനെ ചർച്ച ചെയ്യണമെന്നറിയാത്ത, അതിനെക്കുറിച്ച് ബാലപാഠമില്ലാത്ത ആളല്ലോ സാക്ഷാൽ കാന്തപുരം. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തന്നെ പറയുന്നു, എന്റെ പേരിൽ ഒരു മനുഷ്യൻ കളവ് പറഞ്ഞാൽ അവൻ നരകത്തിൽ അവന്റെ സീറ്റുറപ്പിച്ചെന്ന് പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഖണ്ഡിതമായി പറയുന്നുവെങ്കിൽ ഈ ഹദീസിനെ കുറിച്ച് അറിയാത്ത ആളല്ലോ സാക്ഷാൽ കാന്തപുരം. പിന്നെന്താ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്? അവിടെയാണ് നമ്മുടെ പോയിന്റ്. അതുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ്. അവിടെയാണ് നമ്മുടെ പോയിന്റ്. പ്രവാചകനുമായി ഈ ബുഖാരി ക്ലാസ് നടക്കുമ്പോൾ ഈ കുട്ടികൾക്ക് ഒരിക്കലും ഉൾക്കൊള്ളാനും ഒരിക്കലും കേൾക്കാനും വല്ലപ്പോഴും ബന്ധമുള്ള ആളുകളുണ്ട്. നിങ്ങളിതൊന്ന് പുറത്തു ദിവസം ബുഖാരി എടുക്കുമ്പോൾ സ്ഥാപനത്തിൽ അള്ളാഹുവിന്റെ ഔലിയാക്കൾ മുഴുവൻ ഒരു യോഗം ചേർന്നിരുന്നു. ആ യോഗം 30 രൂപയുടെ ചേർന്ന് അള്ളാഹുവിന്റെ ഔലിയാക്കൾ യോഗം ചേർന്നിരുന്നു. ആ യോഗം ചേർന്നത് കോഴിക്കോട്ടെ ഷാദുൽ പള്ളിയിലാണ്. കോഴിക്കോട്ടെ ഷാദുൽ പള്ളിയിലാണ് അത്ര അള്ളാന്റെ ഔലിയാക്കൾ യോഗം ചേർന്നത്. അവർ ആ യോഗം ചേർന്നതിന് ശേഷം അവരുടെ തീരുമാനം എന്നെ അറിയിച്ചു. ആ തീരുമാനം എന്താണ്? ഷെയർ മുബാറക്കുമായി ബന്ധപ്പെട്ട് ആരെന്ത് എതിർപ്പുമായി വന്നാലും നിങ്ങളത് വകവെക്കണ്ട, നിങ്ങൾ ധൈര്യമായിട്ട് മുന്നോട്ട് പോയിക്കോന്നാണ് യോഗ തീരുമാനം. അപ്പൊ എന്നോടത് പറഞ്ഞ ആളോട് ഞാൻ ചോദിച്ചു, യോഗ തീരുമാനം ഇപ്പൊ അറിയിക്കാൻ തുടങ്ങി. ആദ്യ ഇയാൾ മുഷാവറിൽ അംഗമായിരുന്നു. ഔലിയാക്കളെ യോഗത്തിലെ ഈ അച്യുതാനന്ദനെ പി ബിന്ന് പുറത്താക്കിയ പോലെ എന്നാണ് ഇയാളെ ഷൂറിന് പുറത്താക്കിയെന്ന് ചോദിച്ചു. അപ്പൊ യോഗ തീരുമാനം ഇപ്പൊ അറിയിച്ചതാണ്. അതിനേക്കാൾ കൗതുകരമായ രസം, ഈ യോഗം ചേർന്നു എന്ന് പറയുന്ന ഈ കോഴിക്കോട്ടെ ഷാദുൽ പള്ളി എന്ന് പറയുന്ന പള്ളി കോഴിക്കോട്ടെ മുജാഹിദ് പള്ളിയാണ്. അള്ളാന്റെ ഔലിയാക്കളുടെ ഗതികേട് യോഗം ചേരാൻ പോലും സുന്നിപ്പള്ളിയില്ല. അപ്പൊ നുണ പറയുമ്പോ അപ്പൊ ഏത് പള്ളിയുടെ പേരാണ് വായിൽ വരുന്നത് ആ പള്ളിയുടെ പേരാണ് പറയാം. ആ പള്ളി ഏറ്റവും മർക്കസിലെ പള്ളി എന്ന് പറഞ്ഞു വിടുന്ന ആ സംശയം പോയിരുന്നു. ഇങ്ങനെ ഓരോരോ കാര്യങ്ങൾ പ്രവാചകനെക്കുറിച്ച്, അള്ളാഹുവിന്റെ ഔലിയാക്കളെ കുറിച്ച്, മശായിഖന്മാരെ കുറിച്ചൊക്കെ ഈ സമൂഹത്തിൽ വിളമ്പി അങ്ങനെ വിശദീകരിച്ചുകൊണ്ടിരിക്കുന്നു. ഞാൻ പറഞ്ഞു വരുന്ന കാര്യം, പ്രവാചകനുമായി ബന്ധപ്പെട്ടുകൊണ്ട് കളവ് പറയാൻ പാടില്ല എന്ന് അറിയാത്ത ആളല്ലല്ലോ ഈ മഹാൻ. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുമായി ബന്ധപ്പെട്ട് സമൂഹത്തിന് മുമ്പിൽ ഒരു കാര്യം പറയുമ്പോൾ അത് 100 വട്ടം ആലോചിച്ചുകൊണ്ട് അതിന്റെ സൂക്ഷ്മമായ അന്വേഷണത്തിന് ശേഷമേ പറയാൻ പാടുള്ളൂ എന്ന് അറിയാത്ത ആളല്ലോ ഇദ്ദേഹം. അറിയാത്ത ആളല്ലെങ്കിൽ, ഇതെല്ലാം അറിയുന്ന ആളാണെങ്കിൽ പിന്നെ എന്താണ് ഇപ്പൊ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്?
والسلام على الرسول الشفيع الأبطحي والحبيب العربي. ارتكبت على الخطا غير حصر ما غدات لك أشكو فيه يا سيدي خير النبي. الصلاة على النبي والسلام على الرسول الشفيع الأبطحي والحبيب العربي. الصلاة على النبي والسلام على الرسول الشفيع الأبطحي والحبيب العربي. الصلاة على النبي والسلام على الرسول الشفيع الأبطحي والحبيب العربي. إننا نرجو إلى كأس حولك للعطش يوم نشر كتابي يا سيدي خير النبي. الصلاة على النبي والسلام على الرسول الشفيع الأبطحي والحبيب العربي. الشفاعة هب لنا في القيامة مشفقا واهلنا إنا يا سيدي خير النبي. الصلاة على النبي والسلام على الرسول الشفيع الأبطحي والحبيب العربي. വ്യക്തിവീഴ്ത്താനും മുസ്ലിം സമൂഹത്തെ അറിവന ചെയ്യാനും ഈ സമുദായത്തിനെതിരെ യുദ്ധം പ്രഖ്യാപിച്ച ഈ സമുദായത്തിനെതിരെ ആയിരക്കണക്കിന് മുസ്ലിം ചെറുപ്പക്കാരെ ചുട്ടിക്കൊന്ന സാക്ഷാൽ നരേന്ദ്രമോദിക്ക് വേണ്ടി ഈ 15-ാം തീയതി ഗുജറാത്തിൽ സമ്മേളനം നടത്തുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇദ്ദേഹം ഇപ്പോൾ ആരുടെ പ്രതിനിധിയായിട്ടാണ് മുസ്ലിം സമൂഹത്തിൽ നിന്ന് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത് എന്നാണ് നമ്മുടെ ചോദ്യം. കർണാടകയിൽ ഈ വിഭാഗത്തിന്റെ BJP ബന്ധത്തെക്കുറിച്ച് ഞാൻ കൂടുതൽ വിശദീകരിക്കേണ്ടതില്ലല്ലോ. നിങ്ങൾ കൃത്യമായി അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ആളുകളാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുസ്ലിം ലോകത്തെ ഇസ്ലാമിനെ തകർക്കാൻ വേണ്ടി ശത്രുക്കൾ കൊണ്ടു നടക്കുന്ന അജണ്ടകൾ തലപ്പാവും താടിയും വെച്ചുകൊണ്ട് ഈ അജണ്ടകൾ മുസ്ലിം സമൂഹത്തിനകത്ത് വിറ്റടിക്കുന്ന പ്രവർത്തനമാണ് സാക്ഷാൽ ഇദ്ദേഹം ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നത് നമ്മുടെ കേവലം ആരോപണമല്ല, ഇദ്ദേഹത്തിന്റെ ദൈനംദിന പ്രവർത്തനങ്ങളിലൂടെ ഏത് സാധാരണക്കാരനും ബോധ്യമാകുന്ന വസ്തുതയാണ്. ഒരു സംഭവം കൂടി പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കുകയാണ്. ഒരൊറ്റ സംഭവം. ഇതൊക്കെ ചെയ്തു കണ്ടാലും ഇതൊക്കെ ഇത്രയും വ്യക്തമായി ഇദ്ദേഹത്തിന്റെ ഭാഗത്ത് ഇത്രയും വ്യക്തമായി ഈ തിന്മകളെല്ലാം കണ്ടാലും നിങ്ങൾ പറയും ഇങ്ങനൊക്കെ ഈ വിഷയം എത്രത്തോളം പുറത്തായിട്ടും ഇതേപോലെ സക്കാഫിമാരും അഹ്സനിമാരും സാരിമാരും ഒക്കെ നമ്മുടെ വേദിയിൽ വന്നിട്ട് ഇവരുടെ എല്ലാ നാടകങ്ങളും അന്തർനാടകങ്ങളൊക്കെ തുറന്നു പറഞ്ഞിട്ടും ഇപ്പോഴും അതിനകത്ത് കുറെ ആളുകൾ അതിലിങ്ങനെ അടിയുറച്ച് വിശ്വസിച്ച് ജീവിക്കുന്ന ഒരുപാട് ആളുകളുണ്ടല്ലോ എന്ന് ചോദിക്കും. അത് സ്വാഭാവികമായി നമുക്കൊരു ചോദ്യം വരും. ഇങ്ങനൊക്കെയാണെങ്കിൽ ഇത്ര പൊളിഞ്ഞ് തരിപ്പണമായിട്ടും ഇപ്പോഴും അതിന്റെ പിന്നിൽ ആത്മാർത്ഥമായി നിലർപ്പിച്ചിരിക്കുന്ന ഒരു വിഭാഗം ഉണ്ടല്ലോ, അത് വലിയൊരു ദൃഷ്ടാന്തമാണ്, വലിയൊരു അടയാളമാണ്. ആ സംഘടനയിൽ പ്രവർത്തിച്ചതിന് ശേഷം ആ സംഘടനയിൽ എന്നല്ല ഏതൊരു സംഘടനയിലും ഉണ്ടാകുന്ന ഏറ്റവും വലിയൊരു അപമാനം സഹിച്ച ഒരു സംഘടനാ നേതാവുണ്ട് ആ കൂട്ടത്തിൽ. എന്റെ നാട്ടുകാർ മഞ്ചേരിയിൽ താഹിർ സക്കാഫി എന്ന് പറയും. അദ്ദേഹം SS
വറഹ്മത്തുള്ളാഹി വബറകാതുഹു. മജീദാരി ഉസ്താദ് കേൾക്കുന്നില്ലേ? മൈക്ക് പോയിട്ടുണ്ട്. മജീദാരി ഉസ്താദ് കേൾക്കുന്നുണ്ടോ? മൈക്ക് പോയിട്ടുണ്ട്. അദ്ദേഹം DC ആണെന്ന് പുറത്തു പോയല്ലോ. ഓക്കെ. മലപ്പുറം ടൗണിൽ നടു റോഡിൽ വെച്ചുകൊണ്ട് തട്ടിക്കൊണ്ടുപോയി റൂമിലിട്ട് പൂട്ടി. അപ്പൊ ഒരു മനുഷ്യൻ സഹിക്കേണ്ട അപമാനത്തിനാണ്. ഈ അപമാനം സഹിച്ച താഹിർ സഖാഫിയോട് നമ്മുടെ ജിഷാൻ മാഹിർ ഫോൺ ചെയ്തു കഴിഞ്ഞ ദിവസം. ജിഷാന്റെ ഫോണിന്റെ സ്വഭാവം എന്താ വെച്ചാൽ ഒരാൾ മരിച്ചത് വിളിച്ചു പറയുകയാണെങ്കിലും അവൻ റെക്കോർഡ് ചെയ്യും. അപ്പൊ അതുകൊണ്ട് ജിഷാൻ പറഞ്ഞു പറഞ്ഞാൽ അത് ഓൾറെഡി റെക്കോർഡറാണ്. ജിഷാൻ ചോദിച്ചു, അല്ല ഉസ്താദേ, ഈ മുടി വ്യാജാണ്, നമ്മൾ തന്നെ എത്രയോ തവണ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ചർച്ച ചെയ്ത സംഗതിയല്ലേ, നിങ്ങൾ എന്തിനാ എപ്പോഴും അവിടെ വേദിയിൽ ഇതിനെക്കുറിച്ച് ഈ വേദിയിൽ ഇങ്ങനെ എപ്പോഴും കാണുന്നുണ്ടല്ലോ? ഇദ്ദേഹം പറഞ്ഞു, ജിഷാൻ എന്നോട് കൂടുതൽ സംസാരിക്കരുത്, എനിക്ക് ഉസ്താദ് പറഞ്ഞാൽ അത് വിശ്വാസമാണ്, അതിന്റെ അപ്പുറം എന്നോട് ചോദിക്കരുത് എന്ന് പറഞ്ഞു. എനിക്ക് ഉസ്താദ് പറഞ്ഞാൽ വിശ്വാസമാണ്. അത് ശരി, നിങ്ങൾ ഉസ്താദ് എന്ത് പറഞ്ഞാലും വിശ്വസിക്കുമെന്ന് വെച്ചു. അതെ, ഉസ്താദ് പറഞ്ഞാൽ എനിക്ക് വിശ്വാസമാണ്. അപ്പൊ ജിഷാൻ പറഞ്ഞു, ഞാൻ ഒരൊറ്റ ചോദ്യം ചോദിച്ചോട്ടെ, ഒരു മനുഷ്യൻ പലതവണ വ്യഭിചരിക്കുന്നതായിട്ട് നിങ്ങൾ കണ്ടു? ഒരു മനുഷ്യൻ പലതവണ വ്യഭിചരിക്കുന്നതായിട്ട് നിങ്ങൾ കണ്ടു. ആ വ്യഭിചാരിയെക്കുറിച്ച് പിറ്റേ ദിവസം ഉസ്താദ് വന്നിട്ട് പറയാണ് അദ്ദേഹം മഹാനാണ് എന്ന് പറഞ്ഞാൽ നിങ്ങളെ തീരുമാനം എന്താണെന്ന് ചോദിച്ചു. താഹിർ സഖാഫി പറഞ്ഞു, എന്റെ കണ്ണിന് എന്തെങ്കിലും കുഴപ്പമുണ്ടാവും, ഉസ്താദ് പറഞ്ഞാൽ ശരി. അപ്പൊ ആ വിഭാഗത്തെ നമ്മൾ ഇങ്ങോട്ട് പ്രതീക്ഷിക്കുന്നില്ല എന്നർത്ഥം. അങ്ങനെയുള്ള മനോരോഗികളുണ്ട്, ആ സംഘടനാ മനോരോഗമുള്ള ആളുകൾ, അവരൊരു പക്ഷേ അല്ലാഹു തആല ഇങ്ങനെ നേതാവും അനുയായികളും ഈ സമൂഹത്തിൽ ഉണ്ടായിരുന്നു എന്ന് മറ്റുള്ള തലമുറക്കൊക്കെ ബോധ്യപ്പെടുത്തി കൊടുക്കാൻ വേണ്ടിയിട്ട് ഒരു പക്ഷേ 100-100 ആളുകൾ അങ്ങനെ എല്ലാ തലമുറയും നിലനിർത്തിയേക്കാം. പക്ഷേ സ്വയബോധമുള്ള, സ്വന്തം തലച്ചോറുകൊണ്ട് ചിന്തിക്കുന്ന, ദീനീപ്രവർത്തനം, ദീന സംഘടനാ പ്രവർത്തനം എന്നൊക്കെ പറഞ്ഞാൽ അത് വരുമാന മാർഗമല്ല, നാളാഖിറത്തിലേക്കുള്ള ഒരു പ്രധാനപ്പെട്ട അമലാണ് എന്ന് ചിന്തിക്കുന്ന ആരെങ്കിലും അക്കൂട്ടത്തിലുണ്ടെങ്കിൽ അവർക്ക് ഏകദേശം അങ്ങനെ പോരാൻ തുടങ്ങിയിട്ടുണ്ട്. അവർക്കൊക്കെ തിരിച്ചറിവ് നേടാൻ തുടങ്ങിയിട്ടുണ്ട്. കാരണം ഇദ്ദേഹം നടപ്പാക്കിക്കൊണ്ടിരിക്കുന്നത് സുന്നത്ത് ജമാഅത്തിന്റെ അജണ്ടയല്ല, ഇസ്ലാമിന്റെ അജണ്ടയല്ല, മുസ്ലിം ഉമ്മത്തിന്റെ അജണ്ടയല്ല, മുസ്ലിം ഉമ്മത്തിന് അനുകൂലമായ അജണ്ടയല്ല, ഇസ്ലാമിന്റെ സത്യത്തിന്റെ അജണ്ടയാണ് നടപ്പാക്കിക്കൊണ്ടിരിക്കുന്നത്. ഇസ്ലാമിന്റെ സത്യത്തിന്റെ അജണ്ടയാണ് നടപ്പാക്കിക്കൊണ്ടിരിക്കുന്നത്. ഇസ്ലാമിക ലോകത്തെ ഖലീഫയായിരുന്നു മഹാനായ ശൈഖ് നൂറുദ്ദീൻ സൻഗി റഹ്മത്തുള്ളാഹി അലൈഹി. ഇസ്ലാമിക ഖിലാഫത്തിന് നേതൃത്വം കൊടുത്ത ഖലീഫയായ സൂഫിവര്യനായ പണ്ഡിത ശ്രേഷ്ഠനായിട്ടുള്ള ശൈഖ് നൂറുദ്ദീൻ സൻഗി റഹ്മത്തുള്ളാഹി അലൈഹി പരിശുദ്ധ ഹറം ഉൾപ്പെടെയുള്ള പ്രദേശങ്ങൾക്ക് ഒരു കാലത്ത് നേതൃത്വം കൊടുത്ത ഭരണാധികാരി. കേവലം രാഷ്ട്രീയ നേതാവ് മാത്രമല്ല, സൂഫിവര്യനായ ത്വരീഖത്തിന്റെ മശായിഖന്മാരുമായി ബന്ധമുള്ള വലിയ ഉന്നതമായ ആ ആത്മീയ ലോകത്ത് പദവി അലങ്കരിച്ച മഹാനായിരുന്നു ശൈഖ് നൂറുദ്ദീൻ സൻഗി റഹ്മത്തുള്ളാഹി. ശൈഖ് നൂറുദ്ദീൻ സൻഗി ഒരു ദിവസം ഒരു സ്വപ്ന ദർശനം. ഈ സ്വപ്നം മറ്റൊരാളെ സ്വപ്നം പോലെയല്ല, മുജാഹിദുകാരന്റെ ചരിത്രത്തിൽ എഴുതി വെച്ച സ്വപ്നമാണ്, ജമാഅത്തെ ഇസ്ലാമിന്റെ ചരിത്ര പുസ്തകത്തിൽ എഴുതി വെച്ച സ്വപ്നമാണ്. നേരത്തെ സുന്നത്ത് ജമാഅത്തിന്റെ പണ്ഡിതന്മാർ അംഗീകരിക്കുകയും വിശ്വസിക്കുകയും ആ അർത്ഥത്തിൽ ആധികാരികമായി പറയപ്പെടുന്ന സംഭവമാണ്. ശൈഖ് നൂറുദ്ദീൻ സൻഗി സ്വപ്ന ദർശനത്തിൽ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കാണും. സ്വപ്ന ദർശനത്തിൽ പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ശൈഖ് നൂറുദ്ദീൻ സൻഗിയോട് പറയാണ്, എന്റെ ഈ അവസ്ഥ എന്താ നിങ്ങൾ ശ്രദ്ധിക്കാത്തത്? പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നല്ല ശുദ്ധമായ നല്ല ശുഭ്രവസ്ത്രം ധരിച്ചിരിക്കുന്നു, പക്ഷേ ശരീരത്തിൽ രണ്ട് ഭാഗത്തും കുറച്ച് മണ്ണ് പറ്റിപ്പിടിച്ച് കിടക്കുന്നുണ്ട്. ആ മണ്ണിങ്ങനെ ചൂണ്ടിക്കാണിച്ചിട്ട് പ്രവാചകൻ ചോദിക്കുകയാണ്, എന്താ എന്റെ ഈ അവസ്ഥ നിങ്ങൾ ശ്രദ്ധിക്കാത്തത്? എന്റെ ഈ അവസ്ഥ എന്താ ശ്രദ്ധിക്കാത്ത? 2-3 ചോദ്യം ചോദിച്ചു. ശൈഖ് നൂറുദ്ദീൻ സൻഗി സ്വപ്നത്തിൽ നിന്ന് ഞെട്ടി ഉണർന്നു. അദ്ദേഹത്തിനൊന്നും മനസ്സിലായില്ല. തന്റെ മശായിഖന്മാരുമായി ബന്ധപ്പെട്ട് ഈ സ്വപ്ന ദർശനത്തിന്റെ പൊരുൾ അന്വേഷിച്ചറിഞ്ഞു. അങ്ങനെ പെട്ടെന്നൊരു ദിവസം കൊട്ടാരത്തിൽ വന്ന് പ്രധാനമന്ത്രി വസീറായ ഇമാദുദ്ദീനെ വിളിച്ചുകൊണ്ട് പറഞ്ഞു, ഞാനൊരു പുതിയ തീരുമാനമെടുത്തിട്ടുണ്ട്. ഈ ഖിലാഫത്തിന്റെ പരിധിയിൽപ്പെട്ട മുഴുവൻ ആളുകൾക്കും എന്റെ വകയായി സൗജന്യമായി സ്വർണ്ണ നാണയം കൊടുക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. അതുകൊണ്ട് സ്വർണ്ണ നാണയം ഈ
ഖിലാഫത്തിന്റെ പരിധിയിൽപ്പെട്ട മുഴുവൻ ആളുകളും നേരിട്ട് എന്റെ കയ്യിൽ നിന്ന് വന്ന് വാങ്ങണം. എല്ലാ ആളുകളും അത് വാങ്ങി എന്ന് ഉറപ്പുവരുത്താൻ ഉദ്യോഗസ്ഥന്മാർക്ക് വീണ്ടും ഇമാമുദ്ദീനെ വിളിച്ച് ഖലീഫയോട് വീണ്ടും പറഞ്ഞു, വീണ്ടും ഒന്നുകൂടെ ഉറപ്പുവരുത്താൻ വേണ്ടി. അപ്പൊ പ്രധാനമന്ത്രി വന്നിട്ട് പറഞ്ഞു, വസീർ വന്നിട്ട് പറഞ്ഞു, കുറെ ആഴ്ചകളായി പരിശുദ്ധ റൗളയുടെ സമീപത്ത് രണ്ട് പ്രായമായിട്ടുള്ള തലപ്പാവും താടിയൊക്കെ വെച്ചിട്ടുള്ള പ്രായമായിട്ടുള്ള രണ്ടാളുകൾ, വന്യവയോധികരായിട്ടുള്ള ആളുകൾ, അവരവിടെ സിയാറത്തിന് വന്ന ആളുകളാണ്. അവർ പിന്നെ നമ്മുടെ നാട്ടുകാരല്ല, നമ്മുടെ ഖിലാഫത്തിന്റെ പരിധിയിൽപ്പെട്ട ആളുകളില്ലാത്തതുകൊണ്ട് നമ്മൾ അവരെ ക്ഷണിച്ചിട്ടില്ല. അവർ രണ്ടുപേരും മാത്രമേ ഇപ്പോൾ ഈ ഖിലാഫത്തിന്റെ പരിധിയിൽപ്പെട്ട സ്ഥലത്ത് ഭൂമിയിൽ ജീവിച്ചിരിക്കുന്ന ആളുകൾ ഇനി വാങ്ങാൻ ബാക്കിയുള്ളൂ എന്ന് പറഞ്ഞു. ഖലീഫ പറഞ്ഞു അവരോട് വരാൻ പറയുന്നു. അവരെ ക്ഷണിക്കാൻ വേണ്ടി ചെന്നപ്പോ റൗള ഷരീഫിന്റെ തൊട്ടടുത്ത് ഒരു ടെന്റ് കെട്ടിയിട്ട് രണ്ട് വൃദ്ധന്മാരാണ് എന്ന് തോന്നിക്കുന്ന തലപ്പാവും താടിയൊക്കെ വെച്ച് വളരെ സൂഫിവന്മാരായി തോന്നിപ്പിക്കുന്ന രണ്ട് ആളുകൾ, അവരിങ്ങനെ ദിക്റുകളും തസ്ബീഹുകളൊക്കെ ആയിട്ട് ഇങ്ങനെ ഒഴിഞ്ഞുകൂടുകയാണ്. ഉദ്യോഗസ്ഥന്മാർ എന്നിട്ട് അവരോട് പറഞ്ഞു, ഖലീഫ ഇന്ന് ഈ നാട്ടിലുള്ള മുഴുവൻ ആളുകൾക്കും സ്വർണ്ണനാണയം വിതരണം ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് നിങ്ങൾ ഈ സ്വർണ്ണനാണയം സ്വീകരിക്കാൻ വേണ്ടി കാരണം ഖലീഫ നിങ്ങളെ ക്ഷണിക്കുന്നുണ്ട് എന്ന് പറഞ്ഞു. ഖലീഫ നിങ്ങളെ ക്ഷണിക്കുന്നുണ്ട് എന്ന് പറഞ്ഞപ്പോ ഈ രണ്ടാളുകൾ പറഞ്ഞു, ഞങ്ങൾ അങ്ങനെ ഖലീഫന്റെ സ്വർണ്ണനാണയം വാങ്ങാൻ വന്നോറൊന്നുമല്ല, ഞങ്ങൾ ഖലീഫയുടെ സ്വർണ്ണനാണയം വാങ്ങാൻ വന്നോറൊന്നുമല്ല, ഞങ്ങളിവിടെ റസൂലുള്ളാഹിനെ സിയാറത്ത് ചെയ്യാൻ വന്നവരാണ്. ഞങ്ങളങ്ങനെ സ്വർണ്ണനാണയത്തിലോ അങ്ങനെ ഭൗതികമായ താല്പര്യമുള്ള ആളുകളല്ല, ഞങ്ങളെ നിങ്ങൾ ദയവായിട്ട് അങ്ങോട്ട് ക്ഷണിക്കരുത്, ഞങ്ങൾ വരുന്നില്ല എന്ന്. ഈ വിവരം ഖലീഫയുടെ അടുത്ത് അറിഞ്ഞപ്പോ ഖലീഫ ദേഷ്യപ്പെട്ടു, എന്താ ഞാൻ വെച്ചിട്ട് വരാതെ, അങ്ങനെയാണെങ്കിൽ നമുക്ക് അങ്ങോട്ട് പോകാമെന്നു. ഖലീഫ അങ്ങോട്ട് ചെന്നിട്ട് ഈ റൗള ഷരീഫിന്റെ ചാരത്ത് ടെന്റ് കെട്ടി താമസിച്ചുകൊണ്ടിരിക്കുന്ന ഈ രണ്ടാളുകളോട് പറഞ്ഞു, രണ്ടാളോടും പുറത്തേക്കാൻ പറഞ്ഞു. രണ്ടാളെയും പുറത്തേക്ക് നിർത്തിയതിനു ശേഷം ഖലീഫ അവരിരുന്നിരുന്ന ആ വിരിപ്പ് ഇങ്ങനെ മാറ്റിവെച്ചു. വിരിപ്പ് മാറ്റിയപ്പോൾ അതിനിടയിൽ വേറെ വീണ്ടും വിരിപ്പുണ്ട്, ആ വിരിപ്പ് മാറ്റി. അങ്ങനെ 3-4 വിരിപ്പുകൾ മാറ്റിയപ്പോ അവിടെ എന്തോ ഒരു പലക പോലെ ഒരു സാധനം കൊണ്ട് എന്തോ മൂടി വെച്ചിരിക്കും. വസീറായ ഇമാമുദ്ദീനും കൊട്ടാരത്തിൽ ഉദ്യോഗസ്ഥന്മാരും ഖലീഫയുടെ കൂടെയുള്ള ആളുകളൊക്കെ എന്തോ വളരെ ഉത്കണ്ഠയോടുകൂടി ആശങ്കയോടുകൂടി ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ആ പലകയുടെ ഭാഗവും ഖലീഫയുടെ സ്വന്തം കൈകൊണ്ട് ഇങ്ങനെ പൊക്കി മാറ്റിവെച്ചപ്പോ അവിടെ വലിയൊരു ഗുഹ തുറന്നിരിക്കുന്നു. വലിയൊരു ഗുഹ തുറന്നത് കൃത്യമായിട്ട് കണ്ടപ്പോ ഖലീഫ നേരിട്ട് വന്ന് ഇവർ രണ്ടുപേരെയും ശിക്ഷിക്കാൻ കൽപ്പിച്ച് കൊട്ടാരത്തിലേക്ക് കൊണ്ടുപോയി. അപ്പൊ സംഭവം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ആഴ്ചയോളം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ റൗള ഷരീഫിൽ സിയാറത്തിന് വേണ്ടി വന്നു എന്ന് നടിച്ചുകൊണ്ട് ഈ വന്നിരിക്കുന്ന രണ്ടാളുകൾ, ഈ രണ്ട് പണ്ഡിത വേഷധാരികൾ, അവർ ജൂതന്മാരാണ്. ഈ ജൂതന്മാരായ രണ്ടാളുകളും അവിടെ മണ്ണ് മാന്തും. രാത്രി മുഴുവൻ അവിടുന്ന് മണ്ണ് മാന്തിക്കൊണ്ട് റൗള ഷരീഫിലേക്ക് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ശറഫാക്കപ്പെട്ട ആ വിശുദ്ധ ശരീരം മോഷ്ടിക്കുന്നതിന് വേണ്ടി അവിടെ മണ്ണ് മാന്തി ഗുഹ തുറന്നുകൊണ്ട് രാത്രി സമയങ്ങളിൽ അവിടെ നിന്ന് മാന്തുന്ന മണ്ണുകൾ മുഴുവനും ജന്നത്തുൽ ബഖയിൽ കൊണ്ടുപോയി നിക്ഷേപിക്കും. പകൽ സമയത്ത് ഇതൊന്നും അറിയാത്തവരെ പോലെ അതെല്ലാം മൂടിവെച്ചുകൊണ്ട് അവിടെ സ്വലാത്ത് ചൊല്ലിക്കൊണ്ട് ദിക്റുകൾ ചൊല്ലിക്കൊണ്ട് അവരിങ്ങനെ പകലിരിക്കും. രാത്രി വീണ്ടും അവിടെ നിന്ന് മണ്ണ് മാന്തും. അങ്ങനെ ഗുഹ തുറന്നുകൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ റൗള ഷരീഫിലെ ആ വിശുദ്ധമായ ശരീരം മോഷ്ടിക്കാനുമെന്ന രണ്ട് ജൂതന്മാരായിരുന്നു അന്നുള്ളത് എന്ന് ഈ സ്വപ്നദർശനത്തിലൂടെ കാണിച്ചു കൊടുത്തതിന്റെ അടിസ്ഥാനത്തിൽ ശൈഖ് നൂറുദ്ദീൻ സന്ധിക്ക് വെളിപ്പെടുകയും അതവിടെ ബോധ്യപ്പെടുകയുമാണ്. ഈ ചരിത്രം ഞാൻ വ്യാഖ്യാനിക്കുന്നില്ല, നിങ്ങൾക്ക് വ്യാഖ്യാനിക്കാം. ഈ ചരിത്രം ഞാൻ വ്യാഖ്യാനിക്കുന്നില്ല. ഇന്ന് കേരളത്തിൽ നമ്മുടെ ഈ കർണാടകയിൽ, കേരളത്തിലെ ദക്ഷിണേന്ത്യയിലെ മുസ്ലിം സമൂഹത്തിനിടയിൽ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സ്നേഹിക്കുന്ന, അവരെ പ്രിയം വയ്ക്കുന്ന ആ മഹാരഥന്മാരായിട്ടുള്ള മുസ്ലിം ഉമ്മത്തിനിടയിൽ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേരിൽ കളവ് പറയാൻ പാടില്ല എന്ന് കൃത്യമായി തിരിച്ചറിവുണ്ടായിട്ട് പോലും ഇത്തരത്തിലുള്ള വൃത്തികെട്ട പ്രവർത്തനങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ആളുകളുടെ ആ പ്രവർത്തനങ്ങൾ കാണുമ്പോൾ ശൈഖ് നൂറുദ്ദീൻ സന്ധിയുടെ കാലത്ത് നടന്ന ഈ ചരിത്ര സംഭവം, അതിൽ ഇസ്രായേലുമായി ബന്ധപ്പെട്ട, ജൂതന്മാരുമായി ബന്ധപ്പെട്ട ചില പാനപാത്രങ്ങളൊക്കെ പുറത്തു വന്നുകൊണ്ടിരിക്കുന്ന ഇതെല്ലാം കൂട്ടി വായിച്ചുകൊണ്ടിരിക്കുമ്പോ എന്ന് മാത്രമേ ഞാൻ പറയുന്നുള്ളൂ. ചരിത്രം വ്യാഖ്യാനിക്കുന്നില്ല. ചരിത്രം ഒരിക്കലും വ്യാഖ്യാനിക്കേണ്ടതല്ലാത്ത വിധം നമുക്ക് ബോധ്യമാണ്. അതുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു. എന്റെ ശബ്ദം കേട്ടുകൊണ്ടിരിക്കുന്ന, ദൂരെ നിന്ന് കേട്ടുകൊണ്ടിരിക്കുന്ന
എന്റെ പ്രിയപ്പെട്ട വികൃത വിഭാഗത്തിൽപ്പെട്ട ഏതെങ്കിലും സഹോദരങ്ങൾ ഉണ്ടെങ്കിൽ, സ്വന്തം ഈമാൻ രക്ഷപ്പെടണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ, നാളെ പരലോകത്ത് അള്ളാഹുവിന്റെ മുമ്പിൽ, നാളെ പരലോകത്തെ ആ വിചാരണ കോടതിക്ക് മുമ്പാകെ നമുക്കൊക്കെ അന്തസ്സോടുകൂടി മറുപടി പറയാൻ കഴിയാവുന്ന വിധം ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ശഫാഅത്തിന് വേണ്ടി കൊതിക്കുന്നു, അതിനുവേണ്ടി പ്രാർത്ഥിക്കുന്നു. നമ്മളെ സംബന്ധിച്ചിടത്തോളം നാം ഈ ഭൂമി ലോകത്ത് ജീവിതകാലത്ത് നാം നമ്മുടെ ഉത്തരവാദിത്വം നിർവഹിക്കണമെന്ന ബോധം അവശേഷിക്കുന്നുവെങ്കിൽ മാറി ചിന്തിക്കാൻ ഈ സംഘടനയിലേക്ക് വരണം എന്നല്ല പറയുന്നത്, ഈ സംഘടനയിൽ വന്ന് പ്രസംഗിക്കണമെന്നല്ല പറയുന്നത്. പക്ഷേ ഇന്ന് നിലനിൽക്കുന്ന പ്ലാറ്റ്ഫോം എന്റെ ഈമാൻ സംരക്ഷിക്കാനും നിലനിർത്താൻ മാത്രം പാകപ്പെട്ടതാണോ എന്ന് വളരെ ഗൗരവതരമായി ആത്മപരിശോധന നടത്തേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു എന്നാണ് ഇപ്പോഴത്തെ സംഭവവികാസങ്ങൾ സൂചിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. അത് തിരിച്ചറിഞ്ഞുകൊണ്ടിരിക്കുന്ന ആളുകൾ ഓരോന്നോരോന്നായി നമ്മുടെ സംഘടനയിലേക്ക്, നമ്മുടെ വേദിയിലേക്ക് ഏറ്റവും ചുരുങ്ങിയത് ആ ഭാഗത്ത് സഭയുടെ പ്രവർത്തനം നിഷ്ക്രിയമാക്കി സ്വന്തം ഈമാൻ രക്ഷപ്പെടുത്തേണ്ട ആവശ്യതയെക്കുറിച്ച് വളരെ ഗൗരവതരമായി ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങളും അതേക്കുറിച്ച് സമയമെടുത്തുകൊണ്ട് ചിന്തിക്കണം, ആലോചിക്കണം, നിഷ്പക്ഷമായിട്ട് ആലോചിക്കണം, തീരുമാനമെടുക്കാൻ സാധിക്കണമെന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് അള്ളാഹു നമ്മെ കാത്തുരക്ഷിക്കുമാറാകട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. നിങ്ങളുടെ പ്രാർത്ഥനകളിലൊക്കെ ഈ വിനീതത്തിൽ ഉൾപ്പെടുത്തണമെന്ന് വസീയത്ത് ചെയ്യുന്നു. വാഹിർ ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും.